പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ അതിവിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എല്ലാ പ്രിയപ്പെട്ടവർക്കും വേഗം വരുന്ന യേശു കർത്താവിൻ്റെ വലിയൊരു നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. ഇന്ന് ഈ സമയം വചന ശുശ്രൂഷിക്കാൻ എന്നോടൊപ്പം ഒരു കൃത്യദാസനുണ്ട്. ചാർലി പോൾ എന്നാണ് പേര്. ഇന്ത്യൻ ആർമിയിൽ ഉദ്യോഗസ്ഥനായിരുന്നു, റിട്ടയർ ചെയ്തു. അവിടെ ആയിരിക്കുമ്പോഴേ കർത്താവിൻ്റെ മഹത്വമുള്ള ശുശ്രൂഷയിൽ ഭാഗഭാക്കാകുവാൻ ദൈവം അദ്ദേഹത്തെ സഹായിച്ചു. കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ, ഇന്ത്യയുടെ വിവിധ സ്ഥലങ്ങളിൽ കർത്താവിൻ്റെ മാറ്റമില്ലാത്ത വചനവുമായി നിൽക്കുവാൻ ദൈവം അദ്ദേഹത്തെ സഹായിച്ചുകൊണ്ടിരിക്കുന്നു. ഞങ്ങൾ തൃശ്ശൂരിൽ ഉണ്ടായിരുന്ന സമയത്തുള്ള പരിചയം അതൊന്ന് പുതുക്കുവാൻ കർത്താവ് സഹായിച്ചു. അദ്ദേഹം ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ തൻ്റെ അനുഭവ സാക്ഷ്യം പ്രസ്താവിക്കുമ്പോൾ ഞാനത് കേൾക്കുകയും അദ്ദേഹത്തിൻ്റെ നമ്പർ സംഘടിപ്പിച്ച് ബന്ധപ്പെടുവാനൊക്കെ ഇടയായി തീർന്നു. അങ്ങനെ ഞങ്ങളിപ്പോൾ പ്രവർത്തിക്കുന്ന സഭയിലെ വെള്ളിയാഴ്ച മുതലുള്ള ഉപവാസ പ്രാർത്ഥനയ്ക്ക് വേണ്ടി അദ്ദേഹത്തെ ക്ഷണിച്ചു. ഇന്ന് ഞങ്ങളോടൊപ്പം ഉണ്ട്, ഇന്ന് നാളെയും വരും ദിവസങ്ങളിൽ. അപ്പോൾ ഇങ്ങനെയുള്ളതായി മീറ്റിങ്ങിനെ കുറിച്ച് അറിയുകയും ഈ രാത്രിയിലെ വചന ശുശ്രൂഷയ്ക്ക് അദ്ദേഹത്തെ അവസരം നൽകുകയും ചെയ്തു. അതിനെ സഹായിച്ച കർമ്മേൽ മിനിസ്റ്റർ കർത്തദാസൻ പാസ്റ്റർ വർഗീസ് അവர்கள் എല്ലാവരോടും നന്ദി സ്നേഹം അറിയിക്കുന്നു. തുടർന്ന് ഇന്ന് കർത്താവിൻ്റെ ദാസനായിരിക്കും ദൈവം സംസാരിക്കുന്നത്. അദ്ദേഹം തൻ്റെ അനുഭവ സാക്ഷ്യതയും ദൈവം നമ്മെ ഏൽപ്പിച്ചതായ ആലോചനയും അറിയിക്കും. ഒരുപക്ഷെ ഇദ്ദേഹത്തെ നിങ്ങൾക്ക് പലർക്കും പരിചയം ഉണ്ടായേക്കാം. പല ചാനലുകളും തൻ്റെ അനുഭവ സാക്ഷ്യം പ്രസ്താവിക്കാൻ റെഡിയായി തോന്നുന്നുണ്ട്. അങ്ങനെയാണ് എനിക്ക് അദ്ദേഹത്തെ കണ്ടുകിട്ടുന്നത്. വേറെ നാളുകൾക്ക് ശേഷമാണ് ഞങ്ങൾ വീണ്ടും കാണുന്നത്. തുറന്നുള്ളതായ സമയം കർത്താവിൻ്റെ ദാസൻ ഇന്ന് നമുക്ക് കേൾക്കാം. ദൈവമായ കർത്താവ് നമ്മെ ഏവരെയും സഹായിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ദൈവനാമം മഹത്വമുണ്ടാകട്ടെ. കർമ്മൽ മിനിസ്ട്രിക്ക് എല്ലാവർക്കും വേഗം വരുന്ന യേശു കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമത്തെ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. കർമ്മൽ മിനിസ്ട്രിയുടെ ദേവദാസന്മാർക്കും അതിൽ ഉപേക്ഷിതരായിരിക്കുന്ന എല്ലാവർക്കും വേഗം വരുന്ന യേശുവിൻ്റെ നാമത്തിലൊരു കൂടി സ്നേഹവന്ദനങ്ങളെ അർപ്പിക്കുമ്പോഴോടൊപ്പം തന്നെ ഈ സൗഭാഗ്യത്തെ കർത്താവ് ഒരുക്കിയ അവസരത്തെ ഞാൻ വളരെ ധന്യമായി കാണുന്നു. കർത്താവ് വിശ്വസ്തൻ. ഹല്ലേലൂയ. എങ്ങനെ നമുക്ക് മുന്നോട്ട് പോകുമെന്ന് അവിചാരിതമായിട്ടാണെങ്കിൽ പോലും ചിലപ്പോൾ നമുക്ക് ചിന്തകൾ കടന്നു വരാം. ഈ അനുഭവിക്കുന്ന കഷ്ടതയുടെ തീച്ചുളയിൽ എനിക്ക് മറുപടിയില്ലേ എന്ന് നിലവിളിക്കുന്ന ആരെങ്കിലും എന്നെ ശ്രദ്ധിക്കുന്നുവെങ്കിൽ കർത്താവ് ആർക്കും കടക്കാരനല്ല. എൻ്റെ അനുഭവ സാക്ഷ്യങ്ങൾ ദൈവം അനുവദിച്ചാൽ ഈ വചനം സംസാരിക്കുന്നതോടൊപ്പം പറയുവാൻ ആഗ്രഹിക്കുന്നു. ചിലപ്പോൾ പലതും നിങ്ങൾക്ക് മുമ്പ് വല്ല എൻ്റെ സാക്ഷ്യങ്ങൾ കേട്ടിട്ടുള്ളവരാണെങ്കിൽ വ്യത്യസ്തത ഉണ്ടാവാൻ സാധ്യതയുണ്ട്. കാരണം അനുഭവങ്ങൾ എപ്പോഴും ഒരേപോലെ തന്നെയായിരിക്കും. അത് തെറ്റ് വരുന്നത് അതിൽ വ്യാജ്യം ഉൾപ്പെടുത്തുമ്പോഴാണ്, എന്താണ് അതിൽ മുമ്പ് പറഞ്ഞതെന്ന് മറന്ന് പറയുമ്പോഴാണ് തെറ്റ് വരുന്നത്. അപ്പോൾ സാക്ഷ്യങ്ങൾ പറയുന്നത് എല്ലാം ഒരേപോലെ തന്നെ തോന്നാം. എന്നാൽ വ്യത്യസ്തമായ അനുഭവങ്ങളിൽ വ്യത്യസ്തമായ സമയങ്ങളിൽ പറയുന്ന സാക്ഷ്യങ്ങൾ നമ്മെ പിടിച്ച് നമ്മുടെ വിഷയങ്ങളിൽ മേൽ പരിഹാരം തരുവാൻ ദൈവം തരുന്ന ഒരു ആലോചനയായി കാണണമേ എന്ന് വിനീതമായി അപേക്ഷിക്കുന്നു. അല്പം ചിന്തയ്ക്കായി എബ്രായ ലേഖനം 3-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം. അതുകൊണ്ട് വിശുദ്ധ സഹോദരന്മാരെ, സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരായുള്ളവരെ, നാം സ്വീകരിച്ച് പറയുന്ന അപ്പോസ്തലനും മഹാപുരോഹിതനുമായ യേശുവിനെ ശ്രദ്ധിച്ചു നോക്കുവിൻ. വിശ്വസ്തനും വാക്കുമാറാത്തനുമായ സ്വർഗീയ പിതാവേ, തന്ന വചനത്തിനായി സ്തോത്രം. വചനം അങ്ങയുടെ ആത്മാക്കൾ ഞങ്ങളുടെ ആത്മാവ് ഞങ്ങളോട് സംസാരിക്കണം. തിരുനാമം മഹത്വപ്പെടും. യേശു നാമത്തിൽ ആമേൻ. ഇവിടെ പറയാണ്, അതുകൊണ്ട് വിശുദ്ധ സഹോദരന്മാരെ, നമ്മെ സ്വർഗം കാണുന്നത് വിശുദ്ധരായിട്ടാണ്. ഹല്ലേലൂയ. പൗലോസ്ലീഹ ഈ ലേഖനം എഴുതിയെന്ന് വേദപണ്ഡിതാക്കന്മാർ പലരും അഭിപ്രായപ്പെടുന്നു. അതിൽ പല തർക്കങ്ങളുണ്ടെങ്കിൽ തന്നെയും വേദപണ്ഡിതാക്കളുടെ മുന്നിൽ പല ലേഖനങ്ങളും പൗലോസിന്റെ ലേഖനങ്ങളും വെച്ച് നോക്കുമ്പോൾ, കമ്പയർ ചെയ്യുമ്പോൾ ഈ ലേഖനം തന്നെ എഴുതിയത് പൗലോസാണെന്ന് വ്യക്തമായി പറയാണ്. അപ്പൊ പൗലോസ് നമ്മെ ഗണ്യമാക്കുന്നത് വിശുദ്ധ സഹോദരന്മാരെന്നാണ്. ഹല്ലേലൂയ. ഞാൻ ഇപ്പോൾ ഓർക്കുകയാണ്, 1993 പോട്ടമുരുകി ധ്യാനത്തിൽ വെച്ച് യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചു. വിശുദ്ധന്മാർക്കുള്ള പ്രാർത്ഥനകളും കാര്യങ്ങളൊക്കെ ബൈബിൾ പ്രകാരം തെറ്റാണെന്ന് മനസ്സിലാക്കിയപ്പോഴും ഭൂമിയിലുള്ള വിശുദ്ധന്മാരോ അവർ എനിക്ക് ശ്രേഷ്ഠന്മാർ തന്നെ എന്ന് പറയുന്ന പാട്ട്
പലപ്പോഴും ഞാൻ പാടില്ലായിരുന്നു, എൻ്റെ അറിവിനെ കൊണ്ടാണ്. അപ്പോൾ ഭൂമിയിലുള്ള വിശുദ്ധന്മാർ എന്ന് പറയുന്നത് ഈ ഞാനായിരുന്ന റോമൻ കത്തോലിക്ക സഭയിലെ വിശുദ്ധന്മാരാണെന്ന് തെറ്റിദ്ധരിച്ചാണ് ഞാൻ ഭൂമിയിലുള്ള വിശുദ്ധന്മാരും എനിക്ക് ശ്രേഷ്ഠന്മാർ എന്ന് പറയുന്ന ഗാനം പാടാതിരുന്നത്. അപ്പോൾ ഈ വാക്യം പറയുമ്പോൾ ദൈവാത്മാവ് ഓർമ്മപ്പെടുത്തുന്നതാണ്. 10-30 വർഷം മുമ്പുള്ള ആ ചിന്ത എന്നെ ഇപ്പോൾ ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് എന്ന് പറയുമ്പോൾ മറ്റും മുമ്പിൽ പല കാര്യങ്ങളുണ്ടാകും നമുക്ക് പറയാം. അതോടൊപ്പം വിശുദ്ധ സഹോദരന്മാരെ നമ്മെ വിശുദ്ധരാക്കി കണ്ടത് സ്വർഗമാണ്. അതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. എൻ്റെ കൂടെയുള്ള എൻ്റെ ദേവദാസൻ പറയാറുണ്ട്, ചെങ്കടൽ വായിക്കുവാൻ മോശയ്ക്ക് വെറും ആ വടി ഒന്ന് നീട്ടിയാൽ മതിയായിരുന്നു. യോർദാൻ വിവാഹിക്കുവാൻ അതെ ഏലിയാവിൻ്റെ പുതപ്പ് എടുത്ത് ഏലിയാവിന്റെ ദൈവം എവിടെയെന്ന് ചോദിച്ചാൽ മതിയായിരുന്നു. എന്നാൽ എന്നെയും നമ്മയും ഓരോരുത്തരെയും കർത്താവ് വിശുദ്ധരാക്കുവാൻ, വീണ്ടെടുക്കുവാൻ സ്വന്തം പുത്രനെയാണ് നമുക്ക് നൽകിയത്. ഹല്ലേലൂയ. ഇടയ്ക്ക് ദൈവമക്കളെ, ഞാൻ ആരെയും കാണുന്നില്ല. എനിക്ക് ഈ ഡിവൈസ് ഞാൻ നിന്ന് പറയുമ്പോൾ ഒറ്റയ്ക്ക് പറയുന്ന ഒരു ഫീൽ ഉണ്ടാവാതിരിക്കാൻ വല്ലപ്പോഴൊക്കെ നിങ്ങളുടെ അകത്ത് നിന്ന് സ്തുതി സ്തോത്രങ്ങൾ കമന്റ് രൂപത്തിൽ വന്നാലും എനിക്കത് മനസ്സിലാക്കാനുള്ള അറിവോ വിദ്യാഭ്യാസമൊന്നും എനിക്കില്ല. എന്നാൽ ഒരു കാര്യം ശരിയാണ്, കൊച്ചു കുട്ടികൾ പറയുന്നതടക്കം ആമേൻ പറഞ്ഞ് സ്വീകരിക്കുമ്പോൾ നമ്മൾ വ്യാപരിക്കുന്ന ഒരു ശക്തിയുണ്ട്, ഒരു പരിശുദ്ധാത്മാവിന്റെ ഒരു നിറവുണ്ട്. അവിടെ പറയാണ് നമ്മെ വിശുദ്ധ സഹോദരന്മാരെ. അപ്പോൾ കർത്താവ് നമ്മെ വീണ്ടെടുക്കുവാൻ സ്വന്തം രക്തമാണ് കൊടുത്തത്. അത് നമുക്കെല്ലാവർക്കും അറിയാം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 53:10 പറയുന്നുണ്ട്, അവനെ തകർക്കുവാൻ പിതാവിന് ഇഷ്ടം തോന്നി. പുത്രനായ യേശു കർത്താവിനെ നമുക്ക് വേണ്ടി തകർത്ത് നമ്മെ വിശുദ്ധരാക്കുവാൻ കാൽവരി ക്രൂശിൽ യേശു കർത്താവിനെ രക്തമായി ചൊരിയിച്ചു. അതിനായി ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. ഒരു കത്തോലിക്ക കുടുംബത്തിൽ, ഒരു RC കുടുംബത്തിൽ അതേ ഒരു നാമധേയ ക്രിസ്ത്യാനിയായി കടന്നു വന്ന വ്യക്തിയാണ് ഞാൻ. എൻ്റെ അപ്പൻ്റെ വല്യപ്പച്ചനാണ് സെന്റ് തോമസ്, തൃശ്ശൂരിലെ സെന്റ് തോമസ് കോളേജിന്റെ ആദ്യത്തെ പ്രിൻസിപ്പൾ എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അവിടെ ഞാൻ സെന്റ് തോമസ് കോളേജിന് ഉള്ളിൽ പോയിട്ടില്ല. അവിടെ ഒരു വലിയ ഫോട്ടോ തേലപ്പള്ളിയച്ഛൻ്റെ ഫോട്ടോ കൊടുത്തിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. തൃശ്ശൂർ കരിവന്നൂരിനടുത്ത് തേലപ്പള്ളി എന്ന് പറയുന്ന ബസ് സ്റ്റോപ്പുള്ള ഒരു തറവാടാണ് തേലപ്പള്ളി എന്ന് പറയുന്ന തറവാട്. ആ തറവാട് ഒരു കുടുംബാംഗമായി ഞാൻ ജനിച്ചു വളർന്നപ്പോൾ എൻ്റെ അപ്പൻ്റെ പെങ്ങന്മാരും കന്യാസ്ത്രീമാരും അച്ഛന്മാരൊക്കെ കുടുംബമായതിനാൽ ഇങ്ങനെയൊക്കെ പോയാൽ മതി എന്ന് ചിന്തിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു. ചെറുപ്പം മുതൽ വലിയ ഒരു ആഗ്രഹമുണ്ടായിരുന്നു. മിലിറ്ററിയിൽ, ഇന്ത്യൻ ആർമിയിൽ, പട്ടാളത്തിൽ കയറണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. എന്നാൽ കൃപയാൽ പറയട്ടെ, ആ ആഗ്രഹത്തെ സ്വർഗം അത് നിറവേറ്റി. അപ്പോൾ ഞാൻ വിചാരിച്ച എൻ്റെ തണ്ടും തടിയും എൻ്റെ കായിക കഴിവ് കൊണ്ടാണ് ഞാൻ ആർമിയിൽ പട്ടാളത്തിൽ കയറിയതെന്ന്. എന്നാൽ 1993 യേശുവിനെ സ്വന്തം രക്ഷിതാവായി കോട്ട മുരിങ്ങൂര് ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ എനിക്ക് സ്വർഗം വഴി ഒരുക്കിയപ്പോൾ ആ ദൈവത്തിന്റെ മുരിങ്ങൂരുള്ള ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ വെച്ച് 1993 മാർച്ച് 3 എൻ്റെ 25ാമത്തെ വയസ്സിൽ യേശു കർത്താവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലാക്കുവാൻ സാധിക്കും. എന്നെ കർത്താവ് മുന്നമേ തെരഞ്ഞെടുത്തതാണ്. എന്തിനാണെന്നോ? വിശുദ്ധരാക്കുവാൻ. ഹല്ലേലൂയ. എന്നെ ശബ്ദം ശ്രവിക്കുന്ന ദൈവത്തിന് പേര് പല സാഹചര്യങ്ങളിലൂടെ ആയിരിക്കാം നാം കർത്താവിനെ കണ്ടെത്തിയത്. അത് ചിലപ്പോൾ രോഗങ്ങളായിരിക്കാം, അല്ലെങ്കിൽ സാമ്പത്തികമായ പ്രയാസങ്ങളായിരിക്കാം, അല്ലെങ്കിൽ ഒറ്റപ്പെട്ട വേളകളിൽ ചിലപ്പോൾ ആത്മഹത്യ പ്രവണത ചെയ്യുന്ന സാഹചര്യങ്ങളിലായിരിക്കാം. ഏത് സാഹചര്യത്തിലായാലോ താങ്കളെ വിശുദ്ധരാക്കുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. എൻ്റെ ഈ ശബ്ദം ആരെങ്കിലും പുതുതായി കേൾക്കുന്നുവെങ്കിൽ, കർത്താവിന് വേണ്ടി ഹൃദയം കൊടുക്കാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ, വാസ്തവമായി നിങ്ങളുടെ അകത്ത് കർത്താവ് പരിവർത്തിക്കുവാൻ ഞാൻ ക്രിസ്തുയേശുവിൽ ശരണപ്പെടുന്നു. കർത്താവ് നമ്മെ വിശുദ്ധരാക്കുവാൻ നമ്മെ ആഗ്രഹിക്കുകയാണ്. പറയാണ്, സ്വർഗീയ വിളിക്കോഹരക്കാരായുള്ളവരാണ്. ഹല്ലേലൂയ. വിശുദ്ധ സഹോദരന്മാർ മാത്രമല്ല, നാം സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരാണ്. സ്വർഗത്തിന്റെ ആത്മീയ നന്മകൾ അനുഭവിക്കുവാനാണ്, ആ ഓഹരിക്കാരാക്കാൻ വേണ്ടിയാണ് കർത്താവ് നമ്മെ വിളിച്ച് വേർപ്പെടുത്തിയത്. ഹല്ലേലൂയ. എനിക്ക് ചെറുപ്പത്തിൽ തന്നെ വളരെ ജലദോഷം വരുന്ന ഒരു അസ്വസ്ഥതകളും രോഗങ്ങളും ഒക്കെ ഉണ്ടാകാറുണ്ടായിരുന്നു. എപ്പോഴും വേണം ഇസ്നോഫീലിയ എന്നാണ് പറയുന്നത്. ഞാൻ 1982 ഇന്ത്യൻ ആർമിയിൽ സെക്കന്ദരാബാദിൽ വെച്ച് ഇലക്ട്രിക്കൽ, മെക്കാനിക്കൽ ആൻഡ് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന EME എന്ന് പറയുന്ന കോറിൽ ഞാൻ ആർമിയിൽ പട്ടാളത്തിൽ കയറി. എൻ്റെ തോക്കിന് റിപ്പയറിംഗ് ആണ്. അവിടുത്തെ ട്രെയിനിങ് എല്ലാം കഴിഞ്ഞതിന് ശേഷം എൻ്റെ ആദ്യത്തെ പോസ്റ്റിംഗ് വന്നത്
പഞ്ചാബിനകത്ത് പത്താൻകോട് എന്ന് പറയുന്ന സ്ഥലത്താണ്. അവിടെ നോർത്ത് കമാൻഡിലെ ഏറ്റവും തണുപ്പ് കുറഞ്ഞ സ്ഥലമാണ്. എന്നാൽ എനിക്ക് അവിടുത്തെ തണുപ്പ് വളരെ അസഹനീയമായി. എനിക്ക് എപ്പോഴും ജലദോഷം, ചുമലും തീറ്റിലും ഒക്കെ വന്ന് ഞാൻ ഒരു ആസ്മ രോഗി പോലെയായി. അപ്പോൾ ഹോസ്പിറ്റലുകളിൽ ബെഡിൽ കിടക്കുന്നത് പോലെയാണ് ഞങ്ങൾ പട്ടാളക്കാരെ ഒരു വലിയ ഒരു റൂമിൽ, ഒരു ബാരക്കിൽ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ വരിച്ച കട്ടിലിട്ട് ഞങ്ങൾ കിടന്നിരിക്കുക. ഒരു സ്ഥലത്ത് ഞാൻ എഴുന്നേറ്റ് തുമ്മലും തുടങ്ങിയാൽ, ചീറ്റിലും തുടങ്ങിയാൽ മറ്റു പട്ടാളക്കാർക്ക് എല്ലാവർക്കും ശല്യമായി പ്രയാസമാകുന്ന സാഹചര്യമായിരുന്നു 1991, 92, 93 കാലഘട്ടം. അപ്പോൾ ഞാൻ ആസ്മ എന്ന് പറഞ്ഞ ഒരു മരുന്നുകൾ, പട്ടാളത്തിലെ മരുന്നുകൾ ഒത്തിരി കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. തണുപ്പിനെ പേടിച്ച് 1993 ഫെബ്രുവരി മാസം തന്നെ 2 മാസത്തെ അവധി എടുത്ത് ഞാൻ കേരളത്തിൽ തൃശ്ശൂരിൽ ഉള്ള എൻ്റെ വീട്ടിലേക്ക് കടന്നു വരികയാണ്. അപ്പോൾ തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ അന്ന് ENT സ്പെഷ്യലിസ്റ്റ് പ്രൊഫസർ സ്വാമിനാഥൻ എന്ന് പറയുന്ന ഡോക്ടറാണ്. അദ്ദേഹത്തിന്റെ ഭവനത്തിൽ പട്രാക്കിൽ പോയി അദ്ദേഹത്തിന്റെ ഭവനത്തിൽ ചെന്ന് ഞാൻ കാണുവാനായിട്ട് വന്നു. എപ്പോഴും ജലദോഷം കാര്യങ്ങളാണെന്ന് പറഞ്ഞു. അദ്ദേഹം ടോർച്ച് അടിച്ചൊക്കെ പരിശോധിച്ചു. അദ്ദേഹം പറഞ്ഞു, ഈ മൂക്കിന്റെ പാലം ചെരിഞ്ഞിരിക്കുകയാണ്, അത് ഓപ്പറേഷൻ ചെയ്യാൻ വ്യാഴാഴ്ച OPയിൽ വന്നാൽ, മെഡിക്കൽ കോളേജിലെ തൃശ്ശൂരിലുള്ള OPയിൽ ENT സ്പെഷ്യലിസ്റ്റായ അദ്ദേഹത്തിന്റെ OPയിൽ കടന്നു വന്നാൽ അതിന്റെ ഡേറ്റ് തരാമെന്ന് പറഞ്ഞു. ആ ഡേറ്റ് തരാമെന്ന് പറഞ്ഞ വേളയിൽ ഞാൻ തൃശ്ശൂരുള്ള ഒരു സിനിമ തിയേറ്ററിൽ സിനിമ കാണുവാൻ വഴിയോരത്ത് ഗേറ്റുള്ള, പേര് പറയുന്ന സിനിമ തിയേറ്ററിന്, ആ തിയേറ്ററിൽ ഞാൻ കാത്തു നിൽക്കുമ്പോൾ എൻ്റെ 10ാം ക്ലാസ് എൻ്റെ കൂടെ പഠിച്ച 1 തൊട്ട് 10 വരെ എൻ്റെ കൂടെ പഠിച്ചാൽ തൃശ്ശൂർക്കാരനായ ജോർജ് നീലങ്കാവിൽ എന്ന് പറയുന്ന എൻ്റെ ക്ലാസ്മേറ്റ് പോകുന്നത് കണ്ടു. അദ്ദേഹത്തെ ഞാൻ സിനിമയ്ക്ക് വിളിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ സിനിമ കാണാറില്ല, മുരിങ്ങൂര് ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ പോയി എൻ്റെ മദ്യപാനം മാറി എന്ന് പറഞ്ഞ് അയാളുടെ കൈയിൻ്റെ ആക്സിഡന്റ് ഉണ്ടായി മുറികളൊക്കെ കാണിച്ചു തന്നു. ഞാൻ പറഞ്ഞു, ജോജു എനിക്ക് മൂക്കിന് ഒരു ഓപ്പറേഷൻ പറഞ്ഞിട്ടുണ്ട്, വ്യാഴാഴ്ച ഡേറ്റ് തരാമെന്നാണ് പറഞ്ഞിരിക്കണേ, അഥവാ അവിടെ പോയതിനു ശേഷം പിന്നെ ഞാൻ നിന്റെ വിവരം അറിയിക്കാം എന്ന് പറഞ്ഞു. എന്നാൽ ഒരു കാര്യം പറയട്ടെ, ആ സിനിമ കഴിഞ്ഞ് ആ വ്യാഴാഴ്ച ചെന്ന് ഡോക്ടറെ കണ്ടപ്പോൾ ഭവനത്തിൽ വെച്ച് നന്നായി പരിശോധിച്ച ഡോക്ടർ ആ വ്യാഴാഴ്ച എന്നോട് പറഞ്ഞു, ഓപ്പറേഷൻ ചെയ്യേണ്ട ആവശ്യമില്ല, മരുന്ന് കഴിച്ചാൽ മതി എന്ന് പറഞ്ഞ് എനിക്ക് മരുന്നിന്റെ ലിസ്റ്റ് എഴുതി തന്നു. ഞാൻ മരുന്ന് മേടിച്ചില്ല, ഞാൻ തിരിച്ച് ഇദ്ദേഹവുമായി ബന്ധപ്പെട്ടു. അങ്ങനെ 1993 ഫെബ്രുവരി 27 ശനിയാഴ്ച ഞാനും അദ്ദേഹവും കൂടി മുരിങ്ങൂർ ധ്യാന കേന്ദ്രത്തിൽ പോയി. ശനിയാഴ്ചത്തെ രാത്രിയത്തെ ധ്യാനം കഴിഞ്ഞ് അദ്ദേഹം തിരിച്ചു പോന്നു. ഞാൻ അവിടെ സ്റ്റേ ചെയ്ത് 28 തുടങ്ങിയ മീറ്റിംഗ് 145 രൂപയാണ് അന്ന് ഒരാഴ്ച വരെ ധ്യാനത്തിന് പങ്കെടുത്ത് ശനിയാഴ്ച തിരിച്ച് 6 വരെ പോകുന്ന സാഹചര്യം. അന്ന് മാർച്ച് 3 എന്താണ് രക്ഷിക്കപ്പെടുന്നതെന്ന് അറിയാതെ തന്നെ യേശു കർത്താവിന്റെ അകത്ത് കടന്നു വരുവാനിട വന്നു. വലിയ ഭാരം എന്നിൽ നിന്ന് മാറി പോകാനിട വന്നു. എന്റെ ശബ്ദം ശ്രമിക്കുന്ന ദൈവത്തിനെ ഭാരപ്പെട്ട് വിഷയങ്ങളിൽ മേൽ പരിവർത്തനമില്ല, വിഷയങ്ങളിൽ മേൽ ഉത്തരമില്ല എന്ന് ആരെങ്കിലും അതേ ഈ ഡിവൈസിൽ ഭാരപ്പെടുന്നുവെങ്കിൽ യേശു കർത്താവ് കടന്നു വന്നാൽ നിന്റെ ഭാരങ്ങൾ മാറി പോവാൻ കർത്താവ് മതിയായവനാണ്. ദുഃഖത്തിന് മേലിലായിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ദുഃഖങ്ങൾ പേറുവാൻ, നമ്മുടെ വേദനകൾ പേറുവാൻ, നമ്മുടെ കണ്ണുനീർ തുരുത്തിയിൽ സൂക്ഷിക്കുന്ന ഒരു സ്വർഗമുണ്ട്. സങ്കീർത്തനം 56:8 പറയുകയാണ്, നിന്റെ ഒഴിച്ചകളെല്ലാം ഞാൻ അറിയുന്നു, നിന്റെ കണ്ണുനീർ തുരുത്തിയിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന കർത്താവ് തക്ക സമയത്ത് അളന്ന് നിനക്ക് ഉത്തരം തരുന്ന ഒരു ജീവനുള്ള ഒരു കർത്താവിനെയാണ് നാം സേവിക്കുന്നത്. കാരണം എന്താണെന്നോ, നാം സ്വർഗീയ വിളിക്കേ ഓഹരക്കാരാകാൻ വേണ്ടിയാണ്, നാം വിശുദ്ധ സഹോദരന്മാരാവാൻ വേണ്ടിയാണ്. അപ്പോൾ സഹോദരന്മാരാവില്ലേ എന്ന് ചോദിച്ചാൽ സഹോദരിമാർക്കും ഈ വചനം ബാധകമാണ്. എന്റെ ശബ്ദം ശ്രവിക്കുന്ന ദൈവത്തിനുമേലെ നാം കണ്ണുനീരിന്റെ അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ, ഹൃദയഭേദകമായ അവസ്ഥയിൽ മുന്നോട്ട് പോകുമ്പോൾ എങ്ങനെ മുന്നോട്ട് പോകുമെന്ന് വേദനപ്പെട്ടിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ കർത്താവ് പറയുകയാണ്, യോഹന്നാൻ സുവിശേഷം 14:1, നിങ്ങളുടെ ഹൃദയം കലങ്ങി പോകരുത്, എന്നിൽ വിശ്വസിപ്പേൻ, എന്റെ ഭവനത്തിനകത്ത് അനേക വാസസ്ഥലങ്ങളുണ്ട്, ഞാൻ സ്ഥലമൊരുക്കുവാൻ പോകുന്നു. നമ്മുടെ കർത്താവ് സ്ഥലം ഒരുക്കി കഴിഞ്ഞാൽ നമ്മെ കൂട്ടിക്കൊണ്ടുപോകാൻ വരും. എന്തിനാണെന്നോ, വിശുദ്ധർക്ക് വേണ്ടി കർത്താവ് ഒരുക്കിയ സ്വർഗീയ ആ വിളിക്ക് യോഗ്യമായ വണ്ണം പ്രതിഫലം തരേണ്ടതിന് വേണ്ടി. അതുകൊണ്ട് ഇന്നത്തെ ദുഃഖങ്ങൾ, ഇന്നത്തെ വേദനകൾ, ഇന്നത്തെ നെടുവീർപ്പുകൾ ഭാരമില്ല എന്ന് ചിന്തിക്കുവാൻ സാധിക്കുമോ? ഹല്ലേലൂയ. ഇവിടെ പറയാണ്, നാസീകരിച്ച് പറയുന്ന അപ്പോസ്തലനും മഹാപുരോഹിതനുമായ യേശുവിനെ ശ്രദ്ധിച്ചു നോക്കുവേൻ. നമ്മുടെ ദൈവം, നമ്മുടെ കർത്താവ്
അപ്പോസ്തലനാണ്, അയക്കപ്പെട്ടവനാണ്, അഭിഷിക്തനാണ്. എന്തിനാണെന്നോ? നമ്മെ വിടുവിക്കുവാൻ. അതോടൊപ്പം തന്നെ മഹാപുരോഹിതനുമാണ്. നമുക്കെല്ലാവർക്കും അറിയാം, ആണ്ടിലൊരിക്കൽ മഹാപുരോഹിതൻ സ്വന്തം രക്തം കൊണ്ടല്ല, അത് മൃഗത്തിന്റെ രക്തവുമായി കടന്നു പോകുന്ന കാര്യം നമുക്കെല്ലാവർക്കും അറിയാം. അതിന്മേൽ നീതീകരണം വരാത്തത് കൊണ്ടാണ് നമ്മുടെ കർത്താവ് മനുഷ്യരൂപമെടുത്ത് ജഡത്തിൽ അവതരിപ്പിച്ചു എന്ന് വ്യക്തമായി യോഹന്നാൻ സുവിശേഷത്തിൽ പറയുന്നുണ്ട്. 1:14 നമുക്ക് പിന്നെ ചിന്തിക്കാം സമയമുണ്ടെങ്കിൽ. എന്നാൽ നമ്മുടെ കർത്താവ് നമ്മെ വിടുവിച്ചത് എന്തിനാണെന്നോ? നമ്മെ വിശുദ്ധരാക്കുവാൻ. ഹല്ലേലൂയ. ദുഃഖത്തിലും വേദനയിലാണോ ദൈവത്തിലെ? നീ തളർന്നിരിക്കുന്ന ഒരു വ്യക്തിയാണോ? നിന്നെ വിടുവിക്കുന്ന ഒരു സ്വർഗമുണ്ട്. ആ സ്വർഗം എന്നെ കാണുവാനിട വന്നു. അങ്ങനെ 1993 മാർച്ച് 3-ാം തീയതി എന്റെ 25-ാമത്തെ വയസ്സിൽ എന്താണ് രക്ഷിക്കപ്പെടുന്നതെന്ന് അറിയാതിരുന്ന വേളയിൽ ഞാൻ യേശുവിന് വേണ്ടി എന്റെ ഹൃദയത്തിൽ സ്ഥാനം കൊടുക്കുവാൻ സ്വർഗം വഴിയൊരുക്കി. ഒരു വെയിറ്റ് ലിഫ്റ്റർ ആയിരുന്ന എനിക്ക്, ഒരു താന്തോന്നിയായിരുന്ന എനിക്ക്, മറ്റുള്ളവരെ അംഗീകരിക്കാൻ ബുദ്ധിമുട്ടായിരുന്ന എനിക്ക്, ഞാൻ വലിയ പുള്ളിയാണെന്ന അഹങ്കാരിയായ നെകളയായിരുന്ന എന്നിൽ യേശു കർത്താവ് പരിവർത്തിക്കുവാനിട വന്നു. കർത്താവ് വന്നാൽ നമ്മെ സമൂലമായി മാറ്റുന്ന, നമ്മെ സമൂലമായി നമ്മെ പണിയുന്ന ഒരു സ്വർഗമുണ്ട് കേട്ടോ. ആ സ്വർഗം ഇന്നും ജീവിക്കുന്നു, നമ്മുടെ ഗതഗതങ്ങൾ അറിയുന്നു. അതുകൊണ്ട് പറയുകയാണ് യെശയ്യാപ്രവചനം 49:15-16 വാക്യങ്ങൾ. പെറ്റ തള്ള തന്റെ കുഞ്ഞിനെ മറക്കുമോ? അവൾ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല. നിന്റെ മതിലുകൾ എന്റെ മുമ്പിൽ ഇരിക്കുന്നു. നിന്റെ തടസ്സങ്ങളാണോ, നിന്റെ പ്രയാസങ്ങളാണോ മതിലുകൾ പോലെ നിന്നെ മുന്നോട്ട് വിടുകയില്ല എന്ന് വാദിക്കുന്ന ഏത് പൈശാചിക മണ്ഡലങ്ങളും കർത്താവിനാൽ വിടുവിക്കുവാൻ വേണ്ടിയാണ് കർത്താവ് മഹാപുരോഹിതനായി വന്നത്. മഹാപുരോഹിതന്റെ ജോലി എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ദൈവത്തിനും മനുഷ്യർക്കും വേണ്ടി ഇടിവിൽ നിൽക്കുന്ന മഹാപുരോഹിതൻ. അത് ലേവ്യഗോത്രങ്ങൾക്ക് വേണ്ടി മാത്രമുള്ളതാണ് എങ്കിൽ തന്നെയോ നമ്മുടെ കർത്താവ് മഹാപുരോഹിതനായി നമ്മെ വിടുവിക്കേണ്ടതിന് വേണ്ടി ആ മഹാപുരോഹിതനായി കടന്നു വന്ന് സ്വന്തം ജീവനെ കൊടുക്കുവാൻ വന്നു. ആ രക്തം എന്നെ 1993 മാർച്ച് 3-ാം തീയതി ഒരു പുതിയ സൃഷ്ടിയാക്കി. ഹല്ലേലൂയ. അങ്ങനെ മാർച്ച് 6-ാം തീയതി ശനിയാഴ്ച കാലത്ത് ഞാൻ ധ്യാനം കഴിഞ്ഞ് POC ബൈബിൾ, വലിയ ബൈബിളും പല ഭാഷയിലുള്ള വചനോത്സവം എന്ന് പറയുന്ന തമിഴ്, മലയാളം, ഹിന്ദി, തെലുങ്ക് ഭാഷയിലുള്ള വചനോത്സവം എന്ന് പറയുന്ന ആ പുസ്തകങ്ങളും കൊണ്ടുവന്ന് വിശ്വാസത്താൽ ഞാനൊരു തമിഴ്നാട്ടുകാരുടെ ഒരു നാഷണൽ പെർമിറ്റ് ലോറിക്ക് കൈ കാണിച്ചു. ആ കൈ കാണിച്ചത് കാരണം അവിടെ നിന്ന് ബസ്സുകളിൽ വന്നാൽ 2-3 ബസ് കയറിയതിന് ശേഷമേ എന്റെ ഭവനത്തിലേക്ക്, വീട്ടിലേക്ക് 2 ബസ് കയറിയതിന് ശേഷം കയറാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഞാൻ കൈ കാണിച്ചു. നടത്തറ കൂടിയാണ് മണ്ണുത്തിരിക്ക് പോകുന്നത്, തമിഴ്നാട്ടിലേക്ക് പോകുന്നത്. അപ്പോൾ എന്റെ വീടിന് മുമ്പിൽ കൈ കാണിച്ച് നിർത്തിയാൽ, ആ വണ്ടി നിർത്തിയാൽ എന്റെ വീടിന് മുമ്പിൽ ഇറങ്ങുവാൻ സാധിക്കും. അങ്ങനെ വിശ്വാസത്താൽ കൈ കാണിച്ചപ്പോൾ ആ വാഹനം അവിടെ നിർത്തുവാനിടവന്നു. വളരെ ട്രാഫിക് ജാമുള്ള സമയത്ത് ഒരു കാരണവശാലും ആ വണ്ടി നിർത്താൻ സാധ്യമല്ല. എന്നാൽ ഈ എളിയവനായ അടിയന്റെ ആ ചെറിയ ആദ്യത്തെ വിശ്വാസത്തെ സ്വർഗം ചോദ്യം ചെയ്യാതെ ഉത്തരം നൽകിയെങ്കിൽ നാളുകളായി നാം ഭാരപ്പെടുന്ന വിഷയങ്ങളിൽ മേൽ ഉത്തരം തരുവാൻ കർത്താവ് മതിയായവനാണ് കേട്ടോ. കർത്താവ് മതിയായട്ടോ. ചിലപ്പോൾ എന്റെ വചനങ്ങൾ അടുക്കും ചിട്ടയോടുകൂടി പോയിന്റ് വൈസ് ആയിട്ട് ഇല്ല എന്ന് ചിലപ്പോൾ പരാതി പറയുന്നവരുണ്ടായിരിക്കാം. എന്നാൽ ഒരു കാര്യം ഞാൻ പറയട്ടെ, 3 ദിവസം മാത്രം യേശുവിനോട് കൂടി ആയിരുന്ന ജനം അവർ വഴിയിൽ തളർന്നു പോകുമെന്ന് അറിഞ്ഞ് അവർക്ക് ഭക്ഷിക്കാൻ കൊടുക്കാൻ പറഞ്ഞ ഒരു യേശപ്പച്ചനുണ്ട് കേട്ടോ. വർഷങ്ങളായി ദൈവജനമായി നാം അതേ സഞ്ചരിക്കുന്നുവെങ്കിൽ നമ്മെ കൈവിടാത്ത ഒരു സ്വർഗമുണ്ട്. അവൻ നമ്മെ, നമ്മുടെ ഉൾച്ചകളെ എണ്ണുന്നു, നമ്മുടെ കണ്ണുനീരിനെ അവനെ തുരുത്തിയിൽ സൂക്ഷിക്കുന്നു. അങ്ങനെയെങ്കിൽ ദൈവപൈതലേ, നിനക്കും എനിക്ക് വേണ്ടി ഇടിവിൽ നിൽക്കുന്ന മഹാപുരോഹിതനായ ആ യേശുവിനെ ശ്രദ്ധിച്ചു നോക്കുവാൻ സ്വർഗം പറയാണ്. പലപ്പോഴും ശ്രദ്ധ തെറ്റിപ്പോയിട്ടുള്ള ഒരു വ്യക്തി ജീവിതമാണ് ഞാൻ. ഹല്ലേലൂയ. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമുക്ക് തെറ്റുകളും കുറവുകളും വരാം. പലപ്പോഴും നമ്മുടെ ശ്രദ്ധ തെറ്റിപ്പോകുന്ന സാഹചര്യങ്ങൾ വരാം. എന്നാലും കൈവിടാത്തൊരു യേശുവുണ്ട്, കൈവിടാത്തൊരു സ്വർഗമുണ്ട്. എന്താണെന്നോ നമ്മെ വിലയ്ക്ക് വാങ്ങിയത് അവന്റെ സ്വന്തം രക്തത്താലാണ്. പുത്രനായ യേശുവിനെ
തകർക്കുവാൻ, കടത്താൻ ഇഷ്ടം തോന്നിയത് കൊണ്ടാണ് നമ്മെ വിലയ്ക്ക് വാങ്ങിയത്. ഹല്ലേലൂയ. മര്യാദയ്ക്ക് പോലും സംസാരിക്കാൻ അറിയാതിരുന്ന എന്നെ, വേണ്ടുവണ്ണം വചനത്തിൽ പ്രാഗൽഭ്യമില്ലാതിരുന്ന എന്നെ, പ്രസംഗിക്കേണ്ടത് എങ്ങനെയാണെന്ന് അറിയാത്ത എന്നെ നിങ്ങളുടെ മുമ്പിൽ ഒരു സാക്ഷിയാവാൻ സ്വർഗം കണ്ടുവെങ്കിൽ കഴിവും പ്രാപ്തിയില്ല എന്ന് നിലവിളിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിന്നെ കൊണ്ട് നിന്നാൽ പടക്കൂടുന്നേരെ പാഞ്ഞു ചെല്ലും. എന്റെ ദൈവത്താൻ ഞാൻ മതിൽ ചാടിക്കെടുക്കുമെന്ന് പറയാൻ ഒരു അത്യന്തമായ ദൈവശക്തി നിന്നെ നിറപ്പിക്കുവാൻ കർത്താവ് മതിയാനാണ്. ഒരു 10ാം ക്ലാസ്സിൽ വെറും പാസ് മാർക്കിൽ ജനിച്ച എളിയവനെ, ആർമിയിൽ ജോലി കിട്ടിയവൻ, എന്റെ കഴിവും പ്രാപ്തി കൊണ്ടെന്ന് അഹങ്കരിച്ച എന്നെ സ്വർഗം വീണ്ടെടുത്തു. എന്തിനെ? വിശുദ്ധ സഹോദരന്മാരാക്കുവാൻ. അപ്പോൾ പലപ്പോഴും ശ്രദ്ധിച്ചു നോക്കുവാൻ നമുക്ക് സാധിക്കില്ല. ഇവിടെ പറയുന്നത് യേശുവിനെ ശ്രദ്ധിച്ചു നോക്കുവിൻ. പലപ്പോഴും നമ്മുടെ പോരായ്മ, എന്റെയും നമ്മുടെ എല്ലാവരുടെയും വരുന്ന പോരായ്മ ശ്രദ്ധിച്ചു നോക്കുവാൻ സാധ്യമല്ല. നമുക്ക് ഒരു വാക്യത്തിലേക്ക് കടക്കുകയാണെങ്കിൽ സങ്കീർത്തന പുസ്തകം 78-ാം സങ്കീർത്തനം അതിന്റെ 8-9 വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ, തങ്ങളുടെ പിതാക്കന്മാരെ പോലെ ശാഠ്യവും മത്സരവുമുള്ള തലമുറയായി ഹൃദയത്തെ സ്ഥിരമാക്കാതെ ദൈവത്തോട് അവിശ്വസ്ത മനസ്സുള്ളൊരു തലമുറയായി തീരാതിരിക്കുകയും ചെയ്യേണ്ടതിൽ തന്നെ. അതിനുശേഷം പറയുന്ന പദമാണ് 9-ാം വാക്യം. അതാണ് 9-ാം വാക്യമാണ് എനിക്ക് ആവശ്യം. അതുകൊണ്ട് ആയുധം ധരിച്ച വില്ലാളികളായ എഫ്രൈമർ യുദ്ധ ദിവസത്തിൽ പിന്തിരിഞ്ഞു പോയി. ആയുധം ധരിക്കുന്നത് എന്തിനാണ്? സംരക്ഷണത്തിന് വേണ്ടിയാണ്, ദേശത്തെ സൂക്ഷിക്കാൻ വേണ്ടിയാണ്. ഇവിടെ പറയാണ് ആയുധം ധരിച്ച വില്ലാളികളായ എഫ്രൈമർ, അതായത് വില്ലാളിന്റെ പട്ടാളക്കാരായ എഫ്രൈമർ യുദ്ധ ദിവസത്തിൽ പിന്തിരിഞ്ഞു പോയി. ഹല്ലേലൂയ. അപ്പോൾ ഇവിടെ ഒരു പ്രത്യേകമായ കാര്യം നമ്മൾ ചിന്തിക്കേണ്ട കാര്യം, ഈ പട്ടാളക്കാർ നിലനിൽക്കുന്നത് കൊണ്ടാണ്, ഇന്ത്യ രാജ്യത്തിലെ ബോർഡറിൽ പട്ടാളക്കാർ നിലനിൽക്കുന്നത് കൊണ്ടാണ് ഇന്ത്യയിലെ 100 ചില്ലാനും കോടി ജനത സുഗമമായി സ്വസ്ഥമായി കിടന്നുറങ്ങുന്നത്. ആ പട്ടാളക്കാർ ഏതെങ്കിലും രീതിയിൽ ഒളിച്ചോടുന്ന രീതിയിൽ പിന്തിരിഞ്ഞു പോകുന്ന രീതിയിലായാൽ നമ്മുടെ സ്വസ്ഥത നഷ്ടപ്പെടും. അതുകൊണ്ട് 1968 ഒരു യുദ്ധം ഉണ്ടായ സമയത്ത്, ആ പട്ടാളത്തിന്റെ പേര് ഞാൻ പറയുന്നില്ല, അറിയാൻ പറയുന്നില്ല, അവരുടെ നമ്മൾ കണ്ടോ പോലീസുകാരും കാര്യങ്ങളൊക്കെ വിസിലടിക്കാനായിട്ട് PP ഉപയോഗിക്കും. അതിനുള്ളിൽ ഒരു ചേരനുണ്ടാവും. ആ ചേരന് ലൈനാട് എന്നാണ് പറയുന്നത്. ആ പട്ടാളക്കാരുടെ ലൈനാട് കഴുത്തിയോടാണ് ഇട്ടിരിക്കുന്നത്. കാരണം 1968 യുദ്ധമുണ്ടായ സമയത്ത്, ഇന്ത്യൻ പാകിസ്ഥാനാണോ ചൈനയാണോ എന്ന് അറിയില്ല, ഓർമ്മയില്ല, പെട്ടെന്ന് അത് മറന്നുപോയി. ആ യുദ്ധം ഉണ്ടായ സമയത്ത് ഈ പട്ടാളക്കാർ പിന്തിരിഞ്ഞു പോയി. അപ്പോൾ ഞങ്ങൾക്ക് ഇന്നുകാരെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ലെഫ്റ്റ് സൈഡിലാണ് ഒരു നീല നിറത്തിലുള്ള ലൈനാട്. ആ ലൈനാട് പോക്കൽ വെച്ച് അത് നമ്മുടെ കഴുത്തോടെ ഇടും. ആ സമയം ആ ലൈനാട് കഴുത്തോടില്ല, ഷോൾഡറിന്റെ കൂടെ ഇടും. ലെഫ്റ്റ് കൈയിന്റെ ഷോൾഡറിന്റെ കൂടെ ഇടും. ഇവരുടെ കഴുത്തുകൂടെയാണ് ഇട്ടിരിക്കണേ. എന്നിട്ട് 2 പോക്കലിലേക്ക് ഇടും. അതെന്തിനാണെന്നറിയോ? അവർ യുദ്ധ സമയത്ത് പിന്മാറിപ്പോയി. അപ്പോൾ ഇനി പിന്മാറി പോവാണെങ്കിൽ എന്തിനാണെന്നറിയോ? തൂങ്ങി ചത്തോന്ന്. ഹല്ലേലൂയ. മനസ്സിലായോ? ഹല്ലേലൂയ. ഇവിടെ പറയാണ് ആയുധം ധരിച്ച വില്ലാളികളായ എഫ്രൈമർ യുദ്ധ ദിവസത്തിൽ പിന്തിരിഞ്ഞു പോയി. പിന്തിരിഞ്ഞു പോകുന്ന പല സാഹചര്യങ്ങളിലൂടെ കടന്നു പോകാം. പറഞ്ഞു വന്നത് ശ്രദ്ധിച്ചു നോക്കണം. കർത്താവിനെ ശ്രദ്ധിച്ചു നോക്കിയാൽ ദൈവത്തിലെ പിന്തിരിഞ്ഞു പോകുന്ന, വേദനപ്പെടുത്തുന്ന ഏത് സാഹചര്യങ്ങളിലോ നമ്മെ കൈവിടാത്തൊരു സ്വർഗമുണ്ട്. ഹല്ലേലൂയ. ആ കർത്താവ് എന്നും എന്നേക്കും നമ്മുടെ കൂടെ ഉള്ളവനാണ്. അതുകൊണ്ട് പിന്തിരിയുന്ന സാഹചര്യങ്ങളിൽ, വേദനപ്പെടുന്ന സാഹചര്യങ്ങളിൽ, ഒറ്റപ്പെടുന്ന സാഹചര്യങ്ങളിൽ ഞാൻ ഒറ്റയ്ക്കാണ് എന്ന് നെടുവീർപ്പിടുന്ന ആരെങ്കിലും ഡിവൈസിൽ കാണുന്നുവെങ്കിൽ അവരോട് പറയുവാനുള്ളത്, കർത്താവിന് പറയാനുള്ളത്, യേശുവിനെ തിരിഞ്ഞു നോക്കുക. കാരണം ഈ യേശുവിനെ തിരിഞ്ഞു നോക്കുന്ന നമുക്ക് വേണ്ടി യേശു കർത്താവ് 4-ാം അധ്യായത്തിന് എബ്രായർ 4:14 മുതൽ, ആകയാൽ ദൈവപുത്രനായ യേശു ആകാശത്തിൽ കൂടി കടന്നുപോയ ഒരു ശ്രേഷ്ഠ മഹാപുരോഹിതനായി നമുക്കുള്ളത് കൊണ്ട് നാം നമ്മുടെ സ്വീകാര്യം മുറുകെ പിടിച്ചുകൊള്ളുക. നമുക്ക് വേണ്ടി ഒരു യേശു കർത്താവ് എന്ന ശ്രേഷ്ഠ മഹാപുരോഹിതനുണ്ട്. അതുകൊണ്ട് നമ്മുടെ കഷ്ടത, നമ്മുടെ ദുഃഖങ്ങൾ, ഏതെല്ലാം സാഹചര്യങ്ങൾ കടന്നു വന്നാലും അതിനെ മുറുകെ പിടിക്കുവാൻ സാധിക്കുമോ? അത് താഴെ വചനത്തിൽ പറയാണ്, 15-ാം വാക്യം, നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല. ഹല്ലേലൂയ. ദൈവശബ്ദം കേൾക്കുന്ന ദൈവത്തിന്റെ പേരിലെ നമ്മുടെ ബലഹീനതകളിൽ നമ്മളോട് സഹതാപം കാണിക്കാൻ കഴിവുള്ള
ഒരു അരിമനാഥനായ ഒരു നാസറായനായ ഒരു ദാവീദിന്റെ പുത്രൻ യേശു ഉണ്ട്. ആ യേശു ക്രിസ്തുവിൽ ഒന്ന് ചാരുവാൻ സാധിക്കുമോ? പറയാണ്, അവൻ സഹതാപം കാണിക്കാൻ കഴിയാത്തവനല്ല. കാരണം പാപമൊഴികെ സർവത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവനത്രേ നമുക്കുള്ളത്. അപ്പോൾ ഏതെല്ലാം സാഹചര്യങ്ങളിലൂടെയാണ് ഞാനും താങ്കളും ഓരോരുത്തരും കടന്നു പോകുന്നതെങ്കിൽ ആ അനുഭവങ്ങളിലൂടെ കടന്നുപോയ വ്യക്തിയാണ് നമ്മുടെ യേശപ്പച്ചൻ. ഹല്ലേലൂയ. അതാണ് പറഞ്ഞ്, ഇന്നിന്റെ നിന്റെ കഷ്ടതകൾ, ഇന്നിന്റെ നിന്റെ ദുഃഖങ്ങൾ, ഇന്നിന്റെ നിന്റെ വേദനകൾ, ഇന്നിന്റെ നിന്റെ നെടുവീർപ്പുകളെല്ലാം പിന്നത്തേതിൽ ഇതേ അനുഭവത്തിൽ കടന്നു പോകുന്ന ഒരു വ്യക്തിക്ക് വേണ്ടി പിന്നത്തേതിൽ നിന്നെ ബലപ്പെടുത്തുവാൻ മതിയായവനാണ്. അതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. അപ്പോൾ ഇവിടെയുള്ള മഹാപുരോഹിതൻ അതുകൊണ്ട് കരുണ ലഭിപ്പാൻ തത്സമയത്ത് സഹായത്തിലുള്ള കൃപ പ്രാപിപ്പാനുമായി നാം ധൈര്യത്തോടെ കൃപാസനത്തിന് അടുത്ത് ചെല്ലണം. ആ മഹാപുരോഹിതന്റെ അടുക്കൽ, കൃപാസനത്തിന് അടുക്കൽ നാം കടന്നു ചെല്ലുമ്പോൾ നമ്മുടെ ദുഃഖങ്ങളും വേദനകളും നാം അവന്റെ സന്നിധിയിലേക്ക് സമർപ്പിക്കുമ്പോൾ അത് മഞ്ഞുരുകുന്നത് പോലെ ഉരുകുവാൻ ഒന്ന് ശ്രദ്ധിച്ച് നോക്കുവാൻ സാധിക്കുമോ എന്നാണ് ദൈവത്തിന്റെ ആത്മാവ് നമ്മോട് പറയുന്നത്. പലപ്പോഴും നമുക്ക് സാധിക്കുന്നില്ല, ശ്രദ്ധിച്ചു നോക്കുവാൻ സാധിക്കുന്നില്ല. കുടുംബഭാരം, ജീവിതത്തിന്റെ രണ്ടറ്റം മുട്ടിക്കുവാനുള്ള നമ്മുടെ വ്യഗ്രതയിൽ പലപ്പോഴും നമുക്ക് സാധിക്കുന്നില്ല. എന്നാൽ ഒരു കാര്യം പറയട്ടെ, യേശുവിന് വേണ്ടി ഹൃദയം കൊടുത്തപ്പോൾ വരുന്ന കഷ്ടങ്ങൾ, പ്രയാസങ്ങളെല്ലാം കർത്താവിന്റെ നാമത്തിൽ ധൈര്യം സംഭരിക്കുവാൻ വേണ്ടി കർത്താവിന് വേണ്ടി ഹൃദയം കൊടുത്തപ്പോൾ, ദൈവവചനത്തിന്റെ സത്യങ്ങൾ മനസ്സിലാക്കിയപ്പോൾ, അതേ ദൈവവചനത്തിൽ പറയുന്നു, 2 അപ്പോസ്തലരുടെ 2:37 വാക്യത്തിൽ ഹൃദയത്തിൽ കുത്തുകൊണ്ടപ്പോൾ സഹോദരന്മാരെ ഞങ്ങൾ എന്ത് ചെയ്യേണ്ടു എന്ന് ചോദിച്ചു. പത്രോസ് പറയാണ് 38, 2:38, 39 വാക്യങ്ങൾ. 38, നിങ്ങൾ മാനസാന്തരപ്പെട്ട് യേശുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പിൻ, എന്ന പരിശുദ്ധാത്മാവ് എന്ന ദാനം ലഭിക്കും. അങ്ങനെ 1993 മാർച്ച് 3 രക്ഷിക്കപ്പെട്ടത് എങ്ങനെയാണെന്ന് അറിയാതിരുന്ന എന്നെ യേശു രക്ഷിതാവായി സ്വീകരിക്കുവാൻ ദൈവം വഴിയൊരുക്കിയപ്പോൾ 1994 നവംബർ 13 ഒരു പെന്തക്കോസ്തുകാർ ക്ഷണിക്കാതെ തൃശ്ശൂർ ചർച്ചിൽ നേരിട്ട് അങ്ങോട്ട് കടന്നു ചെന്ന് 2 മാസത്തോളം അവർ എന്നെ ചെക്ക് ചെയ്യുവാനുണ്ട് വന്നു. അങ്ങനെ 94 നവംബർ 13 മുടങ്കൽ സ്നാനം വിശ്വാസത്താൽ സ്വീകരിക്കുവാൻ സ്വർഗം വഴിയൊരുക്കി. അപ്പോൾ ആ സ്നാനപ്പെടുന്നതിന് മുമ്പ് അവരോട് കൂടെ പരസ്യയോഗങ്ങൾക്കും അവരോട് കൂടെ പല ആക്ടിവിറ്റികൾക്കും ട്രാക്ട് കൊടുക്കാനൊക്കെ പോകാറുണ്ട്. ഒരിക്കലും ഞാൻ ഇപ്പോൾ ഓർക്കുകയാണ്, തൃശ്ശൂർ കുരിയച്ചിറ എന്ന് പറയുന്ന സ്ഥലത്ത് ഞങ്ങൾ പരസ്യയോഗം നടത്താൻ വേണ്ടി പോകുന്നതിന് മുമ്പ് ഓരോ വീടുകൾ കയറി ഇറങ്ങി ട്രാക്റ്റുകൾ കൊടുത്തു. ട്രാക്ടർ കൊടുത്തു കഴിഞ്ഞപ്പോൾ അവിടെ ഒരു കറുത്ത പെട്ടിയെ ചങ്ങലയ്ക്ക് കെട്ടിയിട്ടിട്ടുണ്ട്. ആ ചങ്ങല പൊട്ടിച്ച് കറുത്ത പെട്ടി എന്നെ കടിക്കുവാനിട വന്നു. സ്നാനപ്പെടാൻ തയ്യാറായിട്ടുള്ള സ്നാനപ്പെടാത്ത എന്നെ കടിക്കുവാനിട വന്നു. അത് അവിടുത്തെ ദേവദാസനും സഹോദരർക്കും ഒത്തിരിയധികം മാനസികമായി വിഷമം എഴുതുവാൻ ഇടവന്നു. അവരിപ്പോൾ അത് ഓർക്കുന്നുണ്ടോ എന്ന് ഞാൻ അറിയുന്നില്ല. എന്നാൽ കൃപയാൽ പറയട്ടെ, പിറ്റേ ദിവസം തൃശ്ശൂർ മെഡിക്കൽ കോളേജ് മുണ്ടത്തിക്കോട് എന്ന് പറയുന്ന മെഡിക്കൽ കോളേജിൽ, തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ കൊട്ടേക്കാട് വരേം കഴിഞ്ഞ് മുണ്ടത്തിക്കോട് എന്ന് പറയുന്ന ആ മെഡിക്കൽ കോളേജിൽ കടന്നുപോയപ്പോൾ, തിരൂര് കഴിഞ്ഞിട്ടുള്ള മെഡിക്കൽ കോളേജ്, അവിടെ കടന്നുപോയപ്പോൾ അവിടെ ബസ്സിൽ ഞാൻ ട്രാക്റ്റുകൾ കൊടുക്കുകയാണ്. ട്രാക്റ്റ് കൊടുത്തു കഴിഞ്ഞ് ആ ബസ് നിർത്തി കഴിഞ്ഞപ്പോൾ എല്ലാവരും ഇറങ്ങി. ഒരു സഹോദരൻ എന്നെ വിളിച്ചു. അതിൻ്റെ പേര് ഞാൻ ഇപ്പോൾ ഓർക്കുന്നു, രാജശേഖരൻ എന്നാണെന്ന് ഓർക്കുന്നത്. അദ്ദേഹം എന്നെ വിളിച്ചു പറഞ്ഞു, സഹോദര, ഞാൻ ആത്മഹത്യ ചെയ്യാൻ പോയതാണ്. താങ്കൾ തന്ന ഈ കടലാസ് വായിച്ച് ആത്മഹത്യ ഒന്നിന് പരിഹാരമല്ല എന്ന് മനസ്സിലാക്കുവാനിട വന്നു. ഞാൻ എന്ത് ചെയ്യണമെന്ന് ചോദിക്കുവാനിട വന്നു. എന്റെ ശബ്ദം ശ്രമിക്കുന്ന ദൈവമല്ലേ, ഒരു പട്ടി കടിച്ചതിനായി ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുവാനിട വന്നു. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ വരുന്ന ചെറിയ കഷ്ടങ്ങളാവട്ടെ വലിയ കഷ്ടങ്ങളാവട്ടെ, ഏത് കഷ്ടങ്ങളിലോ കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ, കർത്താവിന്റെ നാമത്തിന് തക്ക മഹത്വം കൊടുക്കാൻ വേണ്ടിയാണെന്ന് ഞാൻ നിങ്ങളെ അത് ഓർമ്മപ്പെടുത്തുകയാണ്. അങ്ങനെ ആ സഹോദരനെ ഞാൻ ധ്യാനത്തിൽ വെച്ചാണ് യേശു കണ്ടെത്തിയത്. ഞാൻ ആരാധനാലയത്തിൽ കടന്നുകൊണ്ട് 1-2 ആഴ്ച ആയിട്ടില്ല. അവിടെയുള്ളവർ എന്നെ എന്ത് തെറ്റിദ്ധരിക്കുന്നുള്ള അറിവില്ലായ്മ കൊണ്ട് എന്നോട് ക്ഷമിക്കണം. ഞാൻ അത് ധ്യാനത്തിൽ മുരിങ്ങൂർ ധ്യാന കേന്ദ്രത്തിന്റെ അഡ്രസ്സ് അറിയാവുന്ന ഞാൻ അങ്ങോട്ട് അവർ ധ്യാനം കൂടാൻ വേണ്ടി പറഞ്ഞു വിടുവാനായിട്ട് വന്നു. ഒരു ആത്മഹത്യയിലേക്ക് പോകുന്ന ഒരു വ്യക്തിയെ വീണ്ടെടുക്കുവാൻ ഒരു കടലാസിന്, ഒരു ട്രാക്റ്റിന് കഴിയുമെങ്കിൽ എൻ്റെ ശബ്ദം ശ്രമിക്കുന്ന ദൈവത്തിന്റെ മക്കളെ, നമ്മെ കുറിച്ച് ദൈവത്തിന് വലിയ പദ്ധതിയുണ്ട്. ഹല്ലേലൂയ. അങ്ങനെ അതിനുശേഷം എൻ്റെ വീടിന്റെ മുമ്പിൽ വെച്ച് ഒരു പരസ്യയോഗം വെച്ചു. പരസ്യയോഗം വെച്ച സമയത്ത് കുറച്ച് കട്ടൻ ചായയും
കുറച്ച് ബ്രെഡും ഒക്കെ ഞാൻ കരുതി വെച്ചിട്ടുണ്ടായിരുന്നു. പരസ്യയോഗം നടക്കുന്ന വേളയിൽ ഭയങ്കര ശക്തമായ മഴ വന്നു. ആ ചെറിയ വീടിൻ്റെ ആ വീട്ടിലേക്ക് എല്ലാ സഹോദരങ്ങളും പാസ്റ്ററും ദേവദാസനും എല്ലാവരും കൂടി വന്ന് കയറിയിരുന്ന് ആ ചായയും ബ്രെഡും കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മദ്യപാനിയായ എൻ്റെ പിതാവ് കടന്നു വന്നു. പെന്തക്കോസുകാരായ സഹോദരങ്ങളെ ദേവദാസിനെയൊക്കെ വളരെ ചീത്ത വിളിക്കാനിട വന്നു. അവിടെ ആ സമയത്ത് ദേവദാസനും സഹോദരർക്കും വിഷമമാകേണ്ടി വന്നു. സ്നാനപ്പെടുവാൻ തയ്യാറായപ്പോൾ പട്ടി കടിക്കുന്നു, വീടിനകത്ത് വിഷയം, ഇങ്ങനെ പലവിധ വിഷയങ്ങളെല്ലാം ഭാരപ്പെടുന്ന എൻ്റെ അവസ്ഥയോർത്ത് അവരൊത്തിരി പ്രാർത്ഥിക്കുവാനിട്ട് വന്നു. പറഞ്ഞു വന്നതിന് സാരി, നീ അനുഭവിക്കുന്ന കഷ്ടങ്ങളിലൂടെ, നീ അനുഭവിക്കുന്ന നിലവിളികളിലൂടെ നീ താളടിയാവാൻ വേണ്ടിയല്ല നിന്നെ കർത്താവ് വിളിച്ചത്. എന്തിനാണെന്നോ? നിന്നെയും എന്നെയും പണിയുകയാണ്. നിന്നെയും എന്നെയും പണിയുന്നത് എന്തിനാണെന്നോ? മറ്റുള്ളവരെ തീയിൽ നിന്ന് വലിച്ചെടുക്കാൻ വേണ്ടിയാണ്. അതിന് നാം എന്ത് ചെയ്യണം? ശ്രേഷ്ഠ മഹാപുരോഹിതനായ യേശുവിനെ ശ്രദ്ധിച്ചു നോക്കണം. ഹല്ലേലൂയ. ആ യേശുവിനെ ശ്രദ്ധിച്ചു നോക്കുമ്പോൾ നമ്മുടെ ഭാരങ്ങൾ, നമ്മുടെ കഷ്ടത, നമ്മുടെ വേദന, നമ്മുടെ ദുഃഖങ്ങൾ സാരമില്ല എന്ന് എണ്ണുവാൻ സാധിക്കും. പലപ്പോഴും നമ്മുടെ കഷ്ടത വലിയതായി എന്ന് എണ്ണുമ്പോൾ ദൈവമേ, താങ്കൾ ഒരു കാര്യം ചിന്തിക്കണം. ഹോസ്പിറ്റലുകളിൽ നമ്മളെക്കാളും കഴിവും അതേ നമ്മളെ പ്രാപ്തിയുള്ള ഒത്തിരി പേർ ബലഹീനരായി കിടക്കുന്നുണ്ടെന്നുള്ള കാര്യം മറന്നു പോകരുത്. ഒരിക്കൽ മൂവാറ്റുപുഴയുള്ള താലൂക്ക് ഹോസ്പിറ്റലിൽ ഞാൻ എല്ലാ ആഴ്ചകളിലും പോയി ട്രാക്ട് കൊടുക്കും. ഒരു പ്രാവശ്യം ട്രാക്ട് കൊടുക്കാൻ പോയപ്പോൾ ഒരു 40-45 വയസ്സായുള്ള ഒരു ആൾക്ക് ട്രാക്ട് കൊടുത്തപ്പോൾ വളരെ ക്രോധത്തോടു കൂടി അദ്ദേഹം നോക്കി. അപ്പോൾ എനിക്ക് എന്താണെന്ന് മനസ്സിലായില്ല. മുന്നിൽ ഞാൻ ട്രാക്ട് കൊടുത്ത് മുന്നിട്ട് വന്നു. 11ാം വാർഡാണെന്ന് തോന്നുന്നു. ആ ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ അങ്ങേ അറ്റത്ത് ഒരു അമ്മച്ചിയും അപ്പച്ചനും കിടക്കുന്നുണ്ട്. അപ്പച്ചൻ പറഞ്ഞു, അമ്മച്ചി സ്നാനപ്പെട്ട അമ്മച്ചിയാണ്, പെന്തക്കോസുകാരി അമ്മച്ചിയാണ്. പെരുമ്പാവൂരുള്ള കുറുപ്പുംപടിയിലുള്ള ഒരു പെന്തക്കോസ്ത് IPC ചർച്ചിലെ ആണ് ആ അമ്മച്ചി കൂടി വരുന്നത്. അപ്പോൾ ആ അമ്മച്ചിയുടെ ശബ്ദം പോകുവാനിട വന്നു. ആ ശബ്ദം പോയി അമ്മച്ചിയെ ആസ്പത്രിയിലേക്ക് കൊണ്ടുവന്നപ്പോൾ അവർ മെഡിക്കൽ കോളേജ് താലൂക്ക് ഹോസ്പിറ്റലിൽ നിന്ന്, മൂവാറ്റുപുഴ താലൂക്ക് ഹോസ്പിറ്റലിൽ നിന്ന് കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് വിട്ടു. കോട്ടയം മെഡിക്കൽ കോളേജിൽ ചികിത്സിച്ച് അവരെ തിരിച്ച് വീണ്ടും മൂവാറ്റുപുഴ ഹോസ്പിറ്റലിലേക്ക് ചെന്നപ്പോഴാണ് എളിയൻ കടന്നു ചെല്ലുന്നത്. എളിയൻ അവിടെ ചെന്ന് ഈ താഴെ നിന്നുള്ള ഓരോരുത്തർക്ക് ട്രാക്ട് കൊടുത്തു വരുമ്പോൾ നമ്മൾ ഒരു സഹോദരൻ ട്രാക്ട് കൊടുത്തു. അത് വളരെ ദേഷ്യപ്പെടുത്ത് ക്രോധത്തോടു കൂടി നോക്കി. അതിനുശേഷം പിന്നെ ഈ 11ാം വാർഡിൽ ചെല്ലുമ്പോൾ ഈ അമ്മച്ചിയും അപ്പച്ചയും കണ്ടു. വിവരം പറഞ്ഞപ്പോൾ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കുവാനിട വന്നു. സംസാരിക്കാതിരുന്ന ശബ്ദം പോയ അമ്മച്ചി ഹല്ലേലൂയ പ്രൈസ് ലോർഡ് എന്ന് പറഞ്ഞ് ആ ഹോസ്പിറ്റലിനകത്ത് വലിയ ശബ്ദത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുവാനിട വന്നു. എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന ദൈവമേ, താങ്കൾ വേദനയോടെയാണോ, താങ്കൾ ദുഃഖത്തോടെയാണോ ഒരു 4 ട്രാക്ട് കൊടുക്കുവാൻ, ഒരു 10 പേരോട് സുവിശേഷം പറയുവാൻ സമയം കണ്ടെത്തുമോ? അതിൻ്റെ ആനന്ദം ഒന്ന് വേറെയാണ്. ആ സഹോദരൻ ദേഷ്യം കോപത്തോടു കൂടെ കടന്നു വന്ന സഹോദരൻ അവരുടെ മകനായിരുന്നു. അവരുടെ മകൻ ദേഷ്യത്തിൽ എന്നോട് ആ പിതാവിൻ്റെ അടുത്ത് മാതാവിൻ്റെ അടുത്ത് നിൽക്കുമ്പോൾ വഴക്ക് പറയാൻ വേണ്ടി കടന്നു വന്ന മകൻ എന്നോട് കണ്ട് സംസാരിക്കുവാനോ യേശുവിന്റെ സ്നേഹം അദ്ദേഹത്തിന് പറയുവാനിട്ട് വന്നു. നിങ്ങളെല്ലാവരും കടന്നു വന്നില്ല, അതാണ് ഇതാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങളെ അറിയിച്ചിരുന്നോ ചോദിച്ചില്ല എന്ന് പറഞ്ഞു. അവിടെ സ്ഥലം സഭാപാസ്റ്ററിനെ ഫോൺ വിളിച്ച് വിവരം പറയുവാനൊക്കെ കാര്യങ്ങൾ വന്നു. മൗനമായിരുന്ന, ശബ്ദം നഷ്ടപ്പെട്ട അമ്മച്ചി ഹോസ്പിറ്റലിൽ ശബ്ദമുഖരിതമായി ഹല്ലേലൂയ പ്രൈസ് ലോർഡ് പറഞ്ഞുവെങ്കിൽ നമുക്ക് വരുന്ന കഷ്ടതകൾ, നമുക്ക് വരുന്ന ദുഃഖങ്ങൾ ഇങ്ങനെ അനേകരുടെ വിടുതലിനാകിയാൽ നന്ദിയുള്ള ഹൃദയത്തോട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ഒരിക്കൽ ഞാൻ ഇപ്പോഴും ഓർക്കുകയാണ്. ഒരിക്കൽ ഞാനും എൻ്റെ ഭാര്യയുമായിട്ട് ലക്ഷർ ഹോസ്പിറ്റലിലേക്ക് കടന്നുപോയി. ലക്ഷർ ഹോസ്പിറ്റലിലേക്ക് കടന്നുപോയപ്പോൾ ഈ ഡിവൈസിൽ ഈ അനുഭവം കേൾക്കാത്തവരുണ്ടെങ്കിൽ കേൾക്കാത്തവരുണ്ട്, പുതുതായിട്ട് കേൾക്കുകയാണെങ്കിൽ നിങ്ങളുടെ അടുത്ത പ്രദേശത്ത് അങ്ങനെ ആ വ്യക്തി ഉണ്ടെങ്കിൽ ഈ എളിയവനെ കോൺടാക്ട് ചെയ്യണമെന്ന് ഞാൻ വിനീതമായി അപേക്ഷിക്കുകയാണ്. ഒരിക്കൽ ഞാൻ ലക്ഷർ ഹോസ്പിറ്റലിൽ പോയി, ഞാനും വൈഫും കൂടി പോയി. അവിടെ ഫിലിപ്പ് ആഗസ്റ്റിൻ എന്ന് പറയുന്ന ഗ്യാസ്ട്രോന്റെ ഡോക്ടറിനോട് ഭയങ്കര ജനമാണ്. ഞാൻ എൻ്റെ കയ്യിൽ ഒരു 8 ട്രാക്ടർ ഉണ്ടായിരുന്നു. എന്ത് നല്ല ഈ ഡോക്ടറെ പരിചയപ്പെടുക എന്ന് പറയുന്ന ബൈബിൾ സൊസൈറ്റി ഞങ്ങളുടെ അതുകൊണ്ട് ട്രാക്ട് ഞാൻ എല്ലാവർക്കും ചൂടപ്പം പോലെ കൊടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്നെ 2-3 സെക്യൂരിറ്റി ഗാർഡുകൾ എടുത്ത് എന്നെ ആ ഹോസ്പിറ്റലിന്റെ ലക്ഷർ ഹോസ്പിറ്റലിൽ ഗ്ലാസ് ഇട്ടുള്ള ഹോസ്പിറ്റൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ആ ഗ്ലാസിന്റെ പുറത്തേക്ക് ഒരു എറിയാനിട വന്നു. ഞാൻ ഇത് കണ്ടുപോലെ വിഷമിച്ച് കൊടുത്താവേ നിന്റെ നാമത്തിന് നിന്ദ ഞാനില്ലാഞ്ഞിട്ടായിരിക്കും എന്നോട് ക്ഷമിക്കണമേ, നിന്ദ ഓർക്കണമേ എന്ന് നിലവിളിക്കുവാനിട വന്നു. കുറച്ച് കഴിയുമ്പോൾ എൻ്റെ ഭാര്യ സമിതി എന്നെ കാണാതെ വന്നപ്പോൾ, എൻ്റെ ഭാര്യ എന്നെ കാണാതെ വന്നപ്പോൾ അച്ഛനെ കാണാനില്ല പരക്കം വേണ്ട സമയത്ത് അവിടെയുള്ള 2-3 പേര് പറഞ്ഞു, ഒരാളെ പിടിച്ച് പൊക്കി 2 പേര് കൊണ്ടുപോകണോ കണ്ടുപോയി എന്ന് പറയാനിട വന്നു. ഗ്ലാസിന്റെ
ആ പുറത്തു നിന്ന് എന്നെ അകത്തേക്ക് കടത്തി വിട്ടില്ലായിരുന്നു. അതിനുശേഷം ഞാൻ ഇപ്പോൾ നോക്കുന്നു 2013 ഡിസംബർ 23-ാം തീയതി തിങ്കളാഴ്ച ഞാനും മകനും വൈഫും കൂടി ലക്ഷറി ഹോസ്പിറ്റലിലേക്ക് കടന്നുപോയി. അവിടെ കടന്നു വന്ന് ഡോക്ടറെ കണ്ടതിന് ശേഷം ഞങ്ങൾ ഇരിക്കുന്ന സമയത്ത് ഒരു സഹോദരിയെ ഒരു 45-48 വയസ്സായ ഗായത്രി എന്ന് പറയുന്ന പേരുള്ള ഒരു സഹോദരി, ആ സഹോദരി 20 വയസ്സായിട്ടുള്ള 18 വയസ്സായിട്ടുള്ള 2 പെൺകുട്ടികൾ തോളത്ത് 2 കൈയും തോളത്ത് വിട്ട് നടക്കുന്നുണ്ട്. കാണുന്നവരോടൊക്കെ ഈ ഗായത്രി സഹോദരി ചോദിക്കുന്നുണ്ട്, എനിക്ക് എൻ്റെ മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമോ, എൻ്റെ മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമെന്ന്. അപ്പോൾ ഞാൻ എൻ്റെ അടുത്ത് ഇരുന്ന ഒരു എബി, പെരുമ്പാവൂരുകാരനാണ്, ടാക്സി ഡ്രൈവറാണ്, അദ്ദേഹത്തോട് ചോദിച്ചു എന്താ സംഗതി ചോദിച്ചു. അപ്പോൾ പറഞ്ഞു അദ്ദേഹത്തിന്റെ മകള് 13 വയസ്സായ ഏക മകള് രക്ത അണിലി കടിച്ച് ക്രിട്ടിക്കൽ ICUവിൽ ശരീരം മൊത്തം രക്തനിറമായി ചുവന്ന നിറമായി കെടുക്കുന്നുണ്ട്. ആ മകളെക്ക് വേണ്ടി പ്രാർത്ഥിക്കാനാണ് ഈ ഗായത്രി എന്ന് പറയുന്ന മമ്മി, അവരുടെ ആ കൊച്ചിന്റെ മമ്മി പറയണത് എന്ന് പറയേണ്ടി വന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, പണ്ട് നല്ല നാട്ടുവൈദ്യന്മാരുണ്ട്, അവർ ചികിത്സിച്ചാൽ വേഗം ഈ പാമ്പ് കടിയേറ്റൊക്കെ രക്ഷപ്പെടും. ഇന്ന് അതൊന്നുമില്ല, പക്ഷെ ഒരാളുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഈ എബി ചോദിച്ചു ആരാണെന്ന് ചോദിച്ചു. ഞാൻ പറയുന്ന നസറായനായ യേശു ക്രിസ്തു, അവരെ രക്തത്താൽ എല്ലാത്തിനും പരിഹാരമുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഈ എബി എൻ്റെ ഫോൺ നമ്പർ മേടിക്കാൻ ഇടവന്നു. ആ സമയത്ത് എൻ്റെ ഭാര്യയും മകനും ഡോക്ടറെ കണ്ടുവന്നപ്പോൾ അച്ഛായ പോവാന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങളൊരു കാര്യം ചെയ്യേ, പഴയ അനുഭവം വെച്ച് ഞാൻ പറഞ്ഞു നിങ്ങൾ പോയിക്കോ, ഞാൻ ദാ വരുന്നു എന്ന് പറഞ്ഞു. ഞാൻ പോകാൻ വേണ്ടി കസാര നെയ്തിരുന്നപ്പോൾ ഈ ഗായത്രി എന്ന് പറയുന്ന ഈ സഹോദരി എന്നോട് പറഞ്ഞു എൻ്റെ മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാമോ എന്ന്. ഇത് ഞാനൊരു സുവർണാവസരമായി കണക്കാക്കി. 2013 ഡിസംബർ 23-ാം തീയതി തിങ്കളാഴ്ച കലണ്ടർ നോക്കിയോ, അത് കറക്റ്റ് ആയിരിക്കും. അതെ, ഈ കൃപയാൽ ഈ സഹോദരിയോട് പ്രാർത്ഥിക്കാൻ വന്നപ്പോൾ ഞാൻ അവിടെ വരാന്തയിലിരുന്ന കസാരകളിൽ ആ ഗായത്രി സഹോദരി ഇരുത്തി. അതിന്റെ തൊട്ടപ്പുറത്ത് ഞാനിരുന്നു. എന്റെ തൊട്ടപ്പുറത്ത് ഒരു പർദ്ദയിട്ട ഒരു മുസ്ലിം സഹോദരി ഇരിക്കുന്നുണ്ടായിരുന്നു. അവിടെ ഒത്തിരി പേര് നോക്കുന്നുണ്ടായിരുന്നു. അതൊന്നും എന്നെ ബാധിക്കുന്ന കാര്യമായിട്ട് ഞാൻ കണക്കാക്കിയില്ല. കൃപയാൽ പറയട്ടെ, ഈ ഗായത്രി സഹോദരിയുടെ തലയിൽ കൈവച്ച് എനിക്ക് കിട്ടിയ പട്ടാളം പേരക്കിൽ വെച്ചാണ് പരിശുദ്ധാത്മാവ് കിട്ടിയത്. 1995 മാർച്ച് 4-ാം തീയതി ഇന്ത്യൻ ആർമിയുടെ പട്ടാളം പേരക്കിൽ വെച്ചാണ് എനിക്ക് പരിശുദ്ധാത്മാവ് കിട്ടിയത്. ഡ്രമ്മടിയിൽ കിട്ടിയതല്ല. ആ പരിശുദ്ധാത്മാവിൽ അന്യഭാഷയിൽ ഈ ലക്ഷറി ഹോസ്പിറ്റലില് മുമ്പിലിരുന്ന് ഈ ഗായത്രി സഹോദരിയുടെ തലയിൽ കൈവച്ച് അന്യഭാഷയിൽ ശക്തമായി അന്യഭാഷയിൽ പ്രാർത്ഥിച്ചു. എന്റെ ശബ്ദം വളരെ വലിയ ശബ്ദമാണ്. ഉറക്കെ പ്രാർത്ഥിച്ചു. എന്തുകൊണ്ട് ഉറക്കെ പ്രാർത്ഥിച്ചു എന്ന് ചോദിച്ചാൽ ചിലർ പറയുന്നത് പരിജ്ഞാനക്കുറവാണെന്ന്. എന്നാൽ ലാസറുടെ കല്ലറയുടെ മുമ്പിൽ നിന്ന് യേശു നിന്നുകൊണ്ട് ഉറക്കെ പറഞ്ഞു, ലാസറേ പുറത്തു വരിക, ലാസറേ പുറത്തു വരിക എന്ന് യേശുവിനെ ഉറക്കെ പറഞ്ഞു എങ്കിൽ യേശുവിന്റെ ഹൃദയത്തിൽ മനസ്സിൽ ചിന്തിച്ചാൽ അത് ആ യേശുവിന്റെ ആ ചിന്തയിൽ ലാസർ പുറത്തു വരേണ്ട കഴിവുള്ള ആ യേശു ഉറക്കെ പറഞ്ഞുവെങ്കിൽ ദൈവവയിലെ നമ്മൾ ദൈവമക്കളാണെങ്കിൽ ആത്മാവിൽ ബലപ്പെട്ട് ഉറക്കെ ഒന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ സാധിക്കുമോ? ഉറക്കെ 4 അന്യഭാഷ ആത്മാവിൽ നിന്ന് സ്തുതിക്കുവാൻ സാധിക്കുമോ? വിടുതൽ തരുന്ന ഒരു സ്വർഗമുണ്ട്. അതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അങ്ങനെ ദീർഘനേരം അന്യഭാഷയിൽ പ്രാർത്ഥിച്ചപ്പോൾ ആ ഗായത്രി സഹോദരിയുടെ കണ്ണുനീര് മാറുവാനുള്ള വന്നു. എനിക്കൊരു സ്വസ്ഥത ലഭിച്ചു. എനിക്ക് സ്വസ്ഥത ലഭിച്ചപ്പോൾ എനിക്ക് വിവരം മനസ്സിലായി, ഈ ഗായത്രി സഹോദരിയുടെ ആ വിഷമങ്ങൾ പ്രയാസങ്ങൾ മാറിപ്പോയി എന്ന്. പിന്നെ കർത്താവ് തന്ന അധികാരം ഉപയോഗിച്ച് പ്രാർത്ഥിക്കാൻ ഇടവന്നു. ക്രിട്ടിക്കൽ ICUവിൽ കിടക്കുന്ന ഗായത്രി സഹോദരിയുടെ മകളെ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ പൂർണ്ണമായി സൗഖ്യം കൽപ്പിക്കുകയാണ് എന്ന് യേശുവിന്റെ അധികാരമുള്ള കൽപ്പിക്കുവാൻ വന്നു. എന്തിനു പറയുന്നു ദൈവമക്കളെ? 2014 ജനുവരി 1-ാം തീയതി 2013 ഡിസംബർ 31-ാം തീയതി ആണ്ടർതി യോഗം തൃശ്ശൂരുള്ള എൻ്റെ കൂട്ടുകാരൻ്റെ സഭയിൽ പോയി ആരാധന കഴിഞ്ഞ് 2014 ജനുവരി 1-ാം തീയതി എനിക്കൊരു ചെറിയൊരു വീടുണ്ട് തൃശ്ശൂര്. അത് വാടക കൊടുത്തിരിക്കുകയാണ് ഇപ്പോൾ. മുമ്പ് അത് കാലിയായിരുന്ന സമയത്ത് 2014 ജനുവരി 1-ാം തീയതി ആ ഭവനത്തിൽ ഇരിക്കുമ്പോൾ ഈ എബി, അന്ന് പെരുമ്പാവൂരുകാരനായ ടാക്സി ഡ്രൈവറായ എബി, ഇന്ന് ഞാൻ വചനം അയച്ചു കൊടുക്കാറുണ്ട് അദ്ദേഹത്തിന്. അദ്ദേഹം എന്നെ ഫോൺ വിളിച്ചു, ചാലി പാസ്റ്ററല്ലേ അതേ എന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, പാസ്റ്ററെ ഞാൻ ലക്ഷറി ഹോസ്പിറ്റലിൽ പോയി, ക്രിട്ടിക്കൽ ICUവിലെ ആ പെങ്കൊച്ച് ഗായത്രി സഹോദരിയുടെ മകള് രക്താണിലി പ്രാപിച്ച് രക്തനിറമായിരുന്ന മകള് രക്തനിറം മാറി. ആ മകൾക്ക് സൗഖ്യമാവുന്നതിന്റെ ലക്ഷണങ്ങളെല്ലാം കാണിച്ചു തുടങ്ങി. ആ പെങ്കൊച്ചിനെ
ആ വാർഡിലേക്ക് വിട്ടിട്ടുണ്ട്. ആ പെൺകുച്ചിലെ രോഗങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയുവാനിട വന്നു. എന്റെ ശബ്ദം ശ്രവിക്കുന്ന ദൈവത്തിന്റെ പേരിലെ ലക്ഷറി ഹോസ്പിറ്റലിൽ വെച്ച് നിന്ദാപാത്രമായ പരിഹാസ വിഷയമായ എന്നെ സ്വർഗം അതേ ഹോസ്പിറ്റലിൽ വെച്ച് രക്താണി കാണിച്ച് ഡോക്ടർമാരെ കൈയൊഴിഞ്ഞ ആ മകളെ യേശു വിടിവിച്ചുവെങ്കിൽ ഉടവലഘടനകനാഥലാതലമൗടകനസി അഡൽ ജാലക ശന്തൽ ഗൗഡകന ജുലബലമൗടകനസി നാം അനുഭവിക്കുന്ന കഷ്ടത, നാം അനുഭവിക്കുന്ന വേദനകൾ അത് വിടുതാവിലല്ല, അത് അനേകരുടെ രക്ഷയ്ക്ക് കാരണമാക്കുവാൻ യേശുവിനെ ശ്രദ്ധിച്ചു നോക്കുവാൻ ദൈവത്തിന്റെ ആത്മാവ് ബുദ്ധി ഉപദേശിക്കുകയാണ്. ഏത് സാഹചര്യങ്ങളിലൂടെ കടന്നു പോകേണ്ടി വന്നാലോ ദൈവമേ നിന്നെ വിടിവിക്കുന്ന ഒരു സ്വർഗമുണ്ട്. കാരണം എന്താണെന്നോ, അവൻ ജഡം രക്തത്തിൽ ജഡരൂപമായി എടുത്തു വന്നു. എന്തിനെ? നമ്മെ വിടിവിക്കുവാൻ. അതുകൊണ്ട് അത് എബ്രായ ലേഖന കർത്താവ് 2:14 പറയാണ്, മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവരാകൊണ്ട് അവനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി മരണത്തിന്റെ അധികാരിയായ പിശാചിനെ തന്റെ മരണത്താൽ നീക്കി ജീവപര്യന്ത മരണഭീതിയാൽ അടിമകളായിരുന്നവരെ ഒക്കെയും വിടിവിച്ചു. പാപത്തിന്റെ ശമ്പളം മരണമെന്ന് റോമർലേഖനം 6:23 പറയുന്നു. ആ പാപസംബന്ധമായി മരിച്ച് അതേ നാം പാപത്തിന്റെ പരിഹാരമായ നരകയാതനയിൽ നിന്ന് നമ്മെ വിടിവിക്കേണ്ടതിന് കർത്താവ് ജഡരൂപത്തിൽ വന്ന് നമ്മെ വിടിവിച്ചു എന്ന് ദൈവത്തിന്റെ വചനം യോഹന്നാൻ സുവിശേഷം 1:14 പറയുന്നു. വചനം ജഡമായി തീർന്നു. ആ ജഡമായി തീർന്നവനാണ് യേശു ക്രിസ്തു. അവനിൽ വിശ്വസിക്കുന്നവർക്ക് നിത്യരക്ഷയൊരുക്കേണ്ടതിന് പിതാവായ ദൈവം യേശു ക്രിസ്തുവിനെ തകർക്കുവാൻ കാരണമായി. ആ തകർച്ചയെ ഏറ്റ യേശുവിനെ ശ്രദ്ധിച്ചു നോക്കിയാൽ നിന്റെ നിന്ദകൾ, നിന്റെ പരിഹാസങ്ങൾ, നിന്നെ വീണ്ടെടുപ്പിനെ പ്രയോജനപ്പെടുത്തുവാൻ കർത്താവ് മതിയാനാണ്. ആരെങ്കിലും എന്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ എറണാകുളം ഡിസ്ട്രിക്റ്റിലാണ് ആ ഗായത്രി സഹോദരി വീട്. ആരെങ്കിലോ നിങ്ങൾക്ക് പരിചയമുണ്ടെങ്കിൽ ഈ ഗായത്രി സഹോദരി ഫോൺ നമ്പർ തരുവാൻ ഞാൻ വിനീതമായി അപേക്ഷിക്കുകയാണ്. ഈ എളിയവൻ പിന്നെ അതിനുശേഷം ഹോസ്പിറ്റലിൽ പോയി അന്വേഷിച്ചു, ലക്ഷറി ഹോസ്പിറ്റലിൽ. ആ കൊച്ചിന്റെ പേര് എനിക്കറിയില്ലായിരുന്നു. ഗായത്രി എന്നാണ് പേര് എന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു കൊച്ചിന്റെ രോഗിയുടെ പേര് അറിയാതെ അവരെ ഫോൺ നമ്പറോ കാര്യങ്ങളോ കണ്ടുപിടിക്കുവാൻ പറ്റില്ല എന്ന് പറയുവാനിട വന്നു. പറഞ്ഞു വന്നെന്റെ ചുരുക്ക, നീ എവിടെ നിന്ദാപാത്രമായോ, നീ എവിടെ പരിഹാസ വിഷയമായോ, അത് നിന്നെയും എന്നെ താളടിയാക്കാൻ വേണ്ടിയല്ല, പണിയുവാൻ വേണ്ടിയാണ്. എന്തിന്? ക്രിസ്തുവിന്റെ നിന്ന നാം ചുമക്കുന്തോറും ക്രിസ്തുവിന്റെ സൗര്യപ്രവാസിനിയായി അനേകരെ തീയിൽ നിന്ന് വലിച്ചെടുക്കേണ്ടതിന് വേണ്ടിയാണ് നാം അനുഭവിക്കുന്ന നിന്ദകൾ, നാം അനുഭവിക്കുന്ന പരിഹാസങ്ങൾ. ഏത് സാഹചര്യത്തിലൂടെ കടന്നു പോകേണ്ടി വന്നാലും, ഏത് അവസ്ഥയിലൂടെ നിന്ദാപാത്രമായി കടന്നു പോകേണ്ടി വന്നാലും നിന്നെ മാനിക്കുന്ന ഒരു സ്വർഗമുണ്ട്. നിനക്ക് വേണ്ടി കർത്താവ് ഒരുക്കിയത് എന്തിനാണോ? ജീവൻ നൽകിയാണ് നിന്നെയും എന്നെയും നമ്മെയും വീണ്ടെടുത്തത്. അതുകൊണ്ട് ഇവിടെ പറയാണ് യോഹന്നാൻ സുവിശേഷത്തിൽ പറയാണ് 1:13-12 മുതൽ അവനെ കൈകൊണ്ട് അവരുടെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാവന് അധികാരം കൊടുത്തു. അവർ രക്തത്തിൽ നിന്നല്ല, ജഡത്തിന്റെ ഇഷ്ടത്താലല്ല, പുരുഷന്റെ ഇഷ്ടത്താലുമല്ല, ദൈവത്തിൽ നിന്നത്രേ ജനിച്ചത്. യോഹന്നാൻ സുവിശേഷം 1:13 നമുക്ക് എല്ലാവർക്കും അറിയുന്ന വചനങ്ങളാണ്. ഈ 1989 അധ്യായത്തിലുള്ള വചനങ്ങൾ തന്നെയാണ് നമ്മൾ എല്ലാവരും പ്രസംഗിക്കുന്നത്. നമ്മൾ പലപ്പോഴും കേട്ടതായിരിക്കാം. എന്നാൽ ഇവിടെ പറയുന്നത് ജഡത്തിന്റെ ഇഷ്ടത്തിലല്ല, പുരുഷന്റെ ഇഷ്ടത്തിലല്ല, ദൈവത്തിൽ നിന്നത്രേ നാം ജനിച്ചത്. നാം ഓരോരുത്തരും ജനിച്ചത് ദൈവത്തിൽ നിന്നാണ്. അതുകൊണ്ട് യേശുവിനെ ശ്രദ്ധിച്ചു നോക്കണം ദൈവമക്കളെ. നമുക്ക് പലപ്പോഴും വേദനകൾ വരട്ടെ, പ്രയാസങ്ങൾ വരട്ടെ. ഇവിടെ പറയാണ് 14 വാക്യം, വചനം ജഡമായി തീർന്നു, കൃപയും സത്യം നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. ഞങ്ങൾ അവന്റെ തേജസ് പിതാവിൽ നിന്ന് ഏകജാതനായ ഇവന്റെ തേജസ്സായി കണ്ടു. കൃപയും സത്യവും നിറഞ്ഞവനായി യേശു. അവനെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കുവാൻ പറ്റുമോ? അവനൊന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ നമ്മുടെ ഭാരങ്ങൾ, നമ്മുടെ വേദനകൾ ഒന്നും അതേ വിടുതാവിലല്ല, അതെല്ലാം മാറ്റി നമ്മളെ രട്ടുപിടിപ്പിക്കുന്ന സാഹചര്യം നിന്ന് നമ്മളെ ആ സ്നേഹത്തിന്റെ ആലിംഗനത്തിലേക്ക് നടത്തുവാൻ മതിയായ ഒരു ദൈവത്തെയാണ് നാം സേവിക്കുന്നത്. അതുകൊണ്ട് പറയുകയാണ്, സ്വർഗീയ വിളിക്കുകയോ ഗിരിക്കാരായുള്ളവരെ നാം സ്വീകരിച്ച് പറയുന്ന അപ്പോസ്തലനും മഹാപുരുഷനുമായ യേശുവിനെ ശ്രദ്ധിച്ചു നോക്കുക. അതുകൊണ്ട് എന്ന് പറയുമ്പോൾ മുന്നുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. മക്കൾ ജഡരക്തങ്ങളോട്, നാം ജഡരക്തങ്ങളോട് കൂടി നമ്മെ വിടിപ്പിക്കുവാൻ അവൻ
ജഡരക്തത്തിൽ ഭൂമിയിലേക്ക് വന്നു. അത് പറയാണ്, ദൂതന്മാരെ സംരക്ഷണം ചെയ്യുവാനല്ല, അബ്രാഹമിന്റെ സന്തതിയെ സംരക്ഷണം ചെയ്യുവാനത്രേ അവൻ വന്നത്. അബ്രാഹമിന്റെ അനുഗ്രഹം ക്രിസ്തുയേശുവിൽ ജാതികൾക്ക് വരേണ്ടതിനെന്ന് ഗലാത്യ ലേഖനം 3:14 പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ അബ്രാഹമിലൂടെ നമുക്ക് അനുഗ്രഹം ലഭിക്കുന്നത്, ജാതികളായി നമുക്ക് അനുഗ്രഹം ലഭിക്കുന്നത് നമ്മുടെ കഴിവോ മിടുക്കുമല്ല, അത് കർത്താവിന്റെ ദയയാണ്. അതുകൊണ്ട് ദൈവമേ, ആ യേശുവിനെ ഒന്ന് ക്രൂശിലേക്ക് ഒന്ന് ശ്രദ്ധിച്ചു നോക്കുവാൻ കർത്താവ് നമുക്ക് അവസരങ്ങൾ തരുമ്പോൾ, നാം സാഹചര്യങ്ങൾ തരുമ്പോൾ, പലപ്പോഴും നമ്മൾ വഴുതി പോകുന്ന സാഹചര്യത്തിൽ നിന്ന് നമ്മൾ കർത്താവിന് പിൻപറ്റുവാൻ ശ്രദ്ധിച്ചു നോക്കുവാൻ ആര് തയ്യാറാവും? ഹല്ലേലൂയ. ഇവിടെ പറയാണ്, അതുകൊണ്ട് ജനത്തിന്റെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തം വരുത്തുവാൻ അവൻ കരുണയുള്ളവനോ ദൈവകാര്യത്തിൽ വിശ്വസ്ത മഹാപുരോഹിതനുമാകേണ്ടതിനെ സകലത്തിൽ തന്നെ സഹോദരന്മാരോട് സദൃശനായി തീരുവാൻ ആവശ്യമായിരുന്നു. അവൻ വിശ്വസ്തനായ മഹാപുരോഹിതനാണ്. മനുഷ്യർക്കും ദൈവത്തിനും വേണ്ടി ഇടിവിൽ നിന്ന് നമ്മുടെ പാപത്തിന് പരിഹാരം ചെയ്യുവാൻ ആ കർത്താവ് കാൽവരി ക്രൂശ് യാഗമായി അർപ്പിച്ചുവെങ്കിൽ എന്റെ ശബ്ദം ശ്രവിക്കുന്ന ദൈവത്തിന് മേലെ നമ്മെ എത്ര അധികം വിടുവിക്കും. ഹല്ലേലൂയ. ഞാൻ ഇന്ന് ഇവിടെ ട്രിവാൻഡ്രത്ത് സഖ്യഭാഷന്റെ ഭവനത്തിൽ നിന്നാണ് ഈ മെസ്സേജ് കൊടുക്കുന്നത്. ശ്രീകാര്യത്തിൽ എത്തിയപ്പോൾ കുറച്ച് നാൾ മുമ്പ് മിത്രാൻ നികേതൻ എന്ന് പറയുന്ന സ്ഥലത്ത് 1-2 വർഷം മുമ്പ് ഈ ഇടയിൽ ശുശ്രൂഷയ്ക്ക് വന്നിരുന്നു. അന്ന് അവിടെ ഒരു ലത എന്ന് പറയുന്ന അമ്മിച്ച് കടന്നു വന്നിരുന്നു. അന്ന് 14 വർഷം, അപ്പോൾ ഇപ്പോൾ 2 വർഷം 10-16 വർഷം മുമ്പ് ക്യാൻസർ രോഗം വന്ന് ശരീരം മൊത്തം ക്യാൻസറിന് അടിമപ്പെട്ട് ജീവിതം അതേ ഒരു രീതിയിൽ മുന്നോട്ട് പോകില്ല എന്നുള്ള രീതിയിലായിരുന്ന സമയത്ത് സ്വന്തം ഭർത്താവ് അദ്ദേഹത്തെ ഉപേക്ഷിക്കുവാനിട വന്നു. 2 പെൺമക്കളായിരുന്നു. അദ്ദേഹം യേശു കർത്താവ് അവർക്ക് സൗഖ്യം കൊടുത്തു, അവർക്ക് വിടുതൽ കൊടുത്തു. യേശു രക്ഷിതാവായി അവർ സ്വീകരിച്ചു. 14 വർഷമായിട്ട് അവർ പരിശുദ്ധാത്മാവ് പ്രാപിക്കാൻ ദാഹിച്ചിരുന്ന സമയത്ത് മിത്രനികേതിൽ അവരുടെ വയസ്സെന്ന അമ്മച്ചിയുമായി കടന്നു വരുവാനിട വന്നു. എന്തിനു പറയുന്നു? സ്വർഗം അവരെ തൊട്ടു. പരിശുദ്ധാത്മാവിൽ അവർ നിറയുവാൻ, അന്യഭാഷ അടയാളത്തോടു കൂടി നിറയുവാൻ അവർ വഴിയൊരുക്കി. ഈ എളിയവൻ 4 മണി തൊട്ട് 5 മണി വരെ ഞങ്ങൾക്ക് അന്യഭാഷയിൽ ഒരു പ്രാർത്ഥനയുണ്ട്. ഇപ്പൊ 10, 15, 16, 17 പേര് വരുന്നുണ്ട്. 1 വർഷക്കാലത്തോളം ആ അമ്മിച്ച് ഞങ്ങളോടുകൂടെ അന്യഭാഷയിൽ പ്രാർത്ഥിക്കുവാൻ പുലർച്ചെ 4 മണി സമയത്ത് വരുമായിരുന്നു. ക്യാൻസറിന്റെ ബലഹീനതയിൽ നിന്ന് അവർ വിടിപ്പിച്ചു. ഇപ്പോൾ ഞാൻ വിളിക്കുവാനിട വന്നു. വെളഞ്ഞാട് എന്ന് പറയുന്ന സ്ഥലത്താണ് അവർ താമസിക്കുന്നത്. പറഞ്ഞു വന്നതിന്റെ ചുരുക്കം, നാം കഷ്ടതയുടെ തീച്ചുളിലൂടെ കടന്നു പോകുമ്പോൾ, കഷ്ടതയുടെ തീച്ചുളിലൂടെ കടന്നു പോകുന്ന വ്യക്തികളെ വിടിവെക്കേണ്ടതിന് വേണ്ടിയാണ് യേശു കർത്താവ് നമ്മെ കണ്ടത്. അതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇന്നും ഞാൻ ഓർക്കുന്നു, 1999 അത് ജബൽപൂരിലെ ഒരു ഞാൻ ഉണ്ടായിരുന്ന സമയത്ത് എന്നെ ഒത്തിരി മീറ്റിങ്ങുകളൊക്കെ അവിടുത്തെ അവരെ YMCയിൽ ഉണ്ടായിരുന്ന കൂടിവരി ഹിന്ദി ചർച്ചയിലുള്ള കൂടിവരികളായിരുന്നു. അവിടെ കൊണ്ടുപോവുകയും അവിടെ ഒത്തിരി പേര് പരിശുദ്ധം പ്രാപിക്കാനൊക്കെ ആ ദേവദാസനെ എന്നെ പ്രയോജനപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ ഞാൻ 1998 മെയ് മാസം 18-ാം തീയതി ഞാൻ ആസാമിലെ പ്രദേശത്തേക്ക് കടന്നുപോയി. 17-ാം തീയതി 18-ാം തീയതിയും ഈ ദേവദാസൻ വിളിച്ച് ഒത്തിരി സ്ഥലങ്ങൾ കൊണ്ടുപോയി പലരും പരിശുദ്ധാത്മാവ് നിറയുവാനിട വന്നു. അങ്ങനെ 99 ജനുവരി മാസം ഈ എളിയവനെ അവധിക്ക് ചോദിച്ചപ്പോൾ അവധി ലഭിക്കുന്ന സാഹചര്യം ഒന്നുമല്ലായിരുന്നു. എന്നാൽ അത്ഭുതകരമായി സമയം കൂടുതൽ ഇല്ലാത്തതിന് വേണ്ടി ഞാൻ വേഗത്തിൽ പറയാം. ആ 19 ജനുവരി മാസം 10 ദിവസത്തെ അവധിക്ക് വന്നു. ജബൽപൂരിന്റെ പ്രദേശത്ത് കടന്നു വന്നു. അവിടെ മൊത്തം 8 മീറ്റിങ്ങുകൾ നടത്തി. അങ്ങനെ പിപ്പിലേക്ക് അടുത്ത് പശ്ചിമേടി എന്ന് പറയുന്ന സ്ഥലമുണ്ട്. പശ്ചിമേടി എന്ന് പറയുന്ന സ്ഥലത്ത് CNI ചർച്ചിൽ 1999 ജനുവരി 25-ാം തീയതി രാത്രിയിൽ 2 സഹോദരിമാരെ അവര് ഒരു വെറുതെ ഒരു ഷീലിന്റെ ഒരു മാലയിൽ ഒരു കുരിശ് രൂപം മാത്രമേ ഇട്ടുണ്ടായിരുന്നുള്ളൂ. അവർ 2 പരിശുദ്ധാത്മാവ് പ്രാപിക്കാനായിട്ട് വന്നു. സംസാരിച്ച് വന്നു കഴിഞ്ഞപ്പോൾ അവർ 2 പേര് കന്യാസ്ത്രീമാരായിരുന്നു. അന്നത്തെ പ്രാർത്ഥന പാസ്റ്റർ ഷാജി ആസ്വാദം പറയുമെന്നാണ് പാസ്റ്റർ ഐസക് പാസ്റ്റർ പറഞ്ഞത്. അപ്പൊ ഞാൻ വിചാരിച്ചു പാസ്റ്റർ ആയിരിക്കും ഷാജി എന്നുള്ളത്. പ്രാർത്ഥന കഴിഞ്ഞപ്പോഴാണ് അറിയുന്നത് അത് ഫാദർ ഷാജി ആയിരുന്നു. RC റോമൻ കത്തോലിക്ക സഭയിലെ അച്ഛനായിരുന്നു. അവിടെ സഭാ പള്ളി എന്ന് പറയുന്നത് ഇന്ത്യൻ ആർമിയുടെ പശ്ചിമേടിയിൽ ആർമി എഡ്യൂക്കേഷൻ കോഡ് എന്ന ആർമി എഡ്യൂക്കേഷൻ കോഡുണ്ട്. ആ AEC ആ ആർമി എഡ്യൂക്കേഷൻ കോഡിന്റെ ആ കേന്ദ്രത്തിലാണ് അവരുടെ പള്ളി, കത്തോലിക്ക പള്ളി, പട്ടാള ക്യാമ്പിന് അകത്ത്. ആ പള്ളിയിലെ വികാരിയായിരുന്നു ഈ ഫാദർ ഷാജി. അവിടെ അന്ന് എന്നോട് ഈ 1999 ജനുവരി 25-ാം തീയതി അദ്ദേഹം ചോദിച്ചു, നാളെ 26-ാം തീയതി പകല് ഇവിടെ മീറ്റിംഗ് ഇല്ലല്ലോ, ചർച്ചിൽ വന്ന് മീറ്റിംഗ് നടത്താൻ പറ്റുമോ ചോദിക്കാനിട വന്നു ഫാദർ ഷാജി. അപ്പൊ ഞാൻ പറഞ്ഞു ഓക്കെ എന്ന് പറഞ്ഞു. ഞാനും ചോദിക്കാൻ വരായിരുന്നു. അങ്ങനെ ഞങ്ങൾ 2 പേരും കൂടി
അതുപോലെ എൻ്റെ കൂട്ടുകാരനായ സഹോദരനും ഫാദർ പാസ്റ്റർ ഐസക് പാസ്റ്ററും കൂടി ഞങ്ങൾ കടന്നു ചെന്നു. അവിടെ മീറ്റിങ്ങിൽ 32 കന്യാസ്ത്രീമാരുണ്ടായിരുന്നു. തലേദിവസം 2 കന്യാസ്ത്രീമാരുണ്ടായിരുന്നു. ഇവര് 32 പേരും പരിശുദ്ധാത്മാവിൽ അന്യഭാഷ അടയാളത്തോടു കൂടി അന്യഭാഷ പ്രാപിക്കുകയും ദർശനങ്ങൾ കാണുകയും പ്രവചിക്കുകയും ചെയ്യുവാൻ സ്വർഗം വഴിയൊരുക്കി. എൻ്റെ കൂടെ വന്ന പാസ്റ്ററും അതുപോലെ തന്നെ ഫാദർ ഷാജി അച്ഛനും ഓരോ കന്യാസ്ത്രീമാർ അന്യഭാഷ പറയുന്നത് അവരുടെ ചെവിയാൽ കേൾപ്പിക്കുവാൻ സ്വർഗം വഴിയൊരുക്കി. 34 കന്യാസ്ത്രീമാർ പരിശുദ്ധാത്മാവ് പ്രാപിച്ചുവെങ്കിൽ എൻ്റെ ശബ്ദം ശ്രമിക്കുന്ന ദൈവത്തിനുവേലെ പട്ടാളക്കാരനായി ഞാൻ പട്ടാള പേരയ്ക്ക് വെച്ച് പരിശുദ്ധാത്മാവ് പ്രാപിച്ചുവെങ്കിൽ എൻ്റെ ശബ്ദം ശ്രമിക്കുന്ന ദൈവത്തിനുവേലെ താങ്കളായിരിക്കുന്നിടത്ത് കർത്താവിനെ മഹത്വപ്പെടുത്തി കർത്താവിന് മഹിമ കൊടുത്ത് കർത്താവിനെ ശ്രമിച്ചു നോക്കിയാൽ കർത്താവ് വാഗ്ദാനം ചെയ്ത പരിശുദ്ധാത്മാവിനെ തരുവാൻ കർത്താവ് മതിയായനാണ്. അതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അപ്പോൾ എൻ്റെ കൂടെയുള്ള സഹോദരൻ പറഞ്ഞു അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കുക. ഞാൻ പറഞ്ഞു മൗനമായിട്ടിരുന്ന കന്യാസ്ത്രീമാർ ഉറക്കെ ഹല്ലേലൂയ പ്രൈസ് ലോർഡ് അന്യഭാഷ പറയുന്നത് കേട്ടപ്പോൾ അച്ഛനാകെ ഗബ്രാവട്ടെന്ന് പറയും, ഹിന്ദിയില് പേടിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഇപ്പൊ പ്രാർത്ഥിക്കുന്നില്ല. ഭക്ഷണം ഞങ്ങൾക്ക് തന്ന അദ്ദേഹത്തിന്റെ റൂമിൽ, അതിനുശേഷം അദ്ദേഹത്തിനോട് പറഞ്ഞു നമുക്ക് ആര് ശല്യമില്ലാത്ത റൂമിൽ പോയി ഒന്ന് പ്രാർത്ഥിക്കാമെന്ന് പറയുമ്പോൾ മധുവായി ചർച്ചിന്റെ ആ പള്ളിയുടെ കത്തീഡ്രലിന്റെ പിൻഭാഗത്ത് അച്ഛന്മാർക്ക് മാത്രം കടന്നു പോകുന്ന സ്ഥലമാണെന്ന് ഞാൻ കേട്ടിരിക്കണേ. ഈ എളിവിനെയും കൊണ്ടുപോയി ഞങ്ങൾ രണ്ടുപേരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്നോട് ദൈവത്തിനാന്ന് പറഞ്ഞു അച്ഛനെ പ്രവചനം വരുത്താൻ ഉറപ്പിക്കും. ഞാൻ അച്ഛനോട് പറഞ്ഞു ഷാജി അച്ഛൻ പ്രവചന വരുത്തോടു കൂടെ അന്യഭാഷ പ്രാപിക്കുമെന്ന് പറയാനിടവന്നു. കൈവച്ചിച്ച് പ്രാർത്ഥിച്ചപ്പോൾ അന്യഭാഷയാൽ ഷാജി അച്ഛൻ നിറയാനിടവന്നു. ഞാൻ വേഗം അച്ഛനെ കൊണ്ട് ഞാൻ അന്യഭാഷ പറഞ്ഞു കഴിഞ്ഞെങ്കിൽ അവർക്ക് തന്നെ എക്സ്പീരിയൻസ് ആവാൻ അവരെ കൊണ്ട് നിർത്തിച്ച് അവരെ കൊണ്ട് കണ്ണ് കൊണ്ട് തുറന്ന് അന്യഭാഷയൊക്കെ അവരോട് പഠിപ്പിച്ച് അവർക്ക് തന്നെ ഉറപ്പ് ധൈര്യം ഉണ്ടാക്കും. കാരണം ജോലി വിളിക്കുമ്പോൾ വണ്ടി ഓടിക്കുമ്പോൾ ഏത് സമയത്തും അന്യഭാഷ പ്രാർത്ഥിക്കാൻ അവർ പ്രാപ്തിയുള്ളവരാണെന്ന് തെളിയിക്കാൻ വേണ്ടി അച്ഛനോട് പറഞ്ഞു. അച്ഛൻ ഇപ്പൊ പറഞ്ഞത് എന്താണ്? അച്ഛൻ പറഞ്ഞു അന്യഭാഷയാണ്, ഭാഷ വരുന്നൊക്കെയാണ് മറ്റുഭാഷ ആണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അച്ഛാ ദൈവാത്മാവ് പറഞ്ഞത് അച്ഛനോട് അച്ഛൻ പ്രവചനം വരുത്താൽ അന്യഭാഷ നിറയുമെന്നാണ്. എന്നാൽ അച്ഛൻ പ്രവചനം വരുത്താൻ നിറയുന്നതിന് മുമ്പ് ഞാൻ ചില കാര്യങ്ങൾ അച്ഛനോട് വചനത്തിലൂടെ പറയട്ടെ എന്ന് പറഞ്ഞ് ഞാൻ എന്തുകൊണ്ട് കത്തോലിക്കയിൽ നിന്ന് ക്രിസ്തുവിന്റെ അനുയായിയായി ക്രിസ്തുവിന്റെ ശിഷ്യനായി എന്നോ യേശു കർത്താവ് എന്താണ് നമ്മെ ആഗ്രഹിക്കുന്നത് എന്നോ മറുപൊരുളില്ലാതെ അച്ഛനോട് പറയുവാനുണ്ടോ വന്നു. അച്ഛന് വളരെ കോപം ദേഷ്യം വന്നു. അച്ഛൻ വളരെ കോപവിഷയായപ്പോൾ ഞാൻ പറഞ്ഞു അച്ഛനെ എങ്ങനെ വേണമെങ്കിലും അനുസരിക്കാതിരിക്കാം. ഈ പറയുന്ന വാക്കുകൾ നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും വിശ്വസിക്കാതിരിക്കാം. പട്ടാളക്കാരനായി എനിക്കൊരു കാര്യം പറയാൻ പറ്റും. പട്ടാളത്തിൽ 5 കിലോമീറ്റർ ഓടണം എന്നുള്ളത് പട്ടാളത്തിന്റെ നിയമമാണ്. അത് ഓടിയില്ല എങ്കിൽ പട്ടാളം പിടിച്ചു പുറത്താക്കും. എന്നാൽ ക്രിസ്തുവിന്റെ കാര്യങ്ങൾ പറയുമ്പോൾ ക്രിസ്തുവിനെ വിശ്വസിക്കാതിരിക്കാം. അത് ഓരോരുത്തരും വ്യക്തിപരമായ സാധനം കർത്താവ് തന്നിട്ടുണ്ട്. അതുകൊണ്ട് എന്റെ അനുഭവങ്ങൾ പറയുമ്പോൾ ആളുകൾക്ക് പലപ്പോഴും വിശ്വസിക്കാൻ പറ്റാത്ത പല അനുഭവങ്ങളുണ്ട്. ഒത്തിരി അനുഭവങ്ങളുണ്ട്. ഞാൻ അതൊന്നും പറയാൻ എന്റെ കയ്യിൽ സമയമില്ല. ഈ കന്യാസ്ത്രീമാരുടെ കാര്യം പറയുമ്പോൾ പലർക്കും വിശ്വസിക്കാൻ പറ്റാത്ത കാര്യങ്ങളായിരിക്കാം. എന്നാൽ ഇന്നും അവിടെ കൂടെ വന്ന ദേവദാസന്മാർ ജീവിച്ചിരിക്കുന്നു എന്നതിനാൽ ഞാൻ ദൈവത്തെ മഹത്വപ്പെടുന്നു. അച്ഛനോട് പറഞ്ഞു അച്ഛനും വിശ്വസിക്കാതിരിക്കാം. എന്നാൽ യാഥാർത്ഥ്യം ഇതാണെന്ന് പറയാനുണ്ടെന്നു. അതിനുശേഷം 1999 ജനുവരി 26-ാം തീയതി ആ CNI ചർച്ചിലേക്ക് വീണ്ടും ഷാജി അച്ഛൻ വന്നു. കൈവച്ചപ്പോൾ അദ്ദേഹം പ്രവചനം വരുത്താൻ നിറഞ്ഞു. അന്യഭാഷയാൽ നിറഞ്ഞതുപോലെ തന്നെ പ്രവചനം വരുത്താൻ നിറഞ്ഞു. അനേകർ പരിശുദ്ധാത്മാവ് പ്രാപിക്കാനിടവന്നു. വെറും 8 ദിവസത്തെ 8 മീറ്റിങ്ങുകൾ 10 ദിവസത്തെ അവധിയിൽ അന്ന് ഗ്രഹാശയൻ എന്ന് പറയുന്ന ദേവദാസൻ ഒഡീസയിൽ ജീപ്പിൽ കത്തി മരിച്ച ആ സമയമാണ്. 1999 ജനുവരി 23-ാം തീയതിയാണോ 22-ാം തീയതിയാണെന്നോ ഞാൻ ഓർക്കുന്നില്ല. ഗ്രഹാശയൻ സാർ മരിച്ചത് ആ സമയത്താണ് ഞാൻ ആ സമയം നിന്ന് ജബൽപൂരിലേക്ക് വന്നത്. ആ 10 മിനിറ്റിൽ 108 പേര് 108 106 പേരോ പരിശുദ്ധാത്മ പ്രാപിക്കാനിട വന്നു. എന്റെ ശബ്ദം ശ്രമിക്കുന്ന ദൈവമക്കളെ, ഇത് കർത്താവ് തരുന്ന ദാനമാണ്. ഇത് കർത്താവിന്റെ കൃപയാണ്. എന്തിനാണെന്നോ ശ്രദ്ധിച്ചു നോക്കുന്നവർക്ക് ബലഹീനരായിരിക്കുന്ന നമ്മെ ബലപ്പെടുത്തുവാൻ ഈ അത്യന്തമായ ശക്തി നമ്മുടെ മൺകൂടാരങ്ങൾ തരുവാൻ സ്വർഗം വഴിയൊരുക്കിയെങ്കിൽ എന്റെ ശബ്ദം ശ്രമിക്കുന്ന ദൈവമക്കളെ, നിങ്ങൾക്ക് ചിലപ്പോൾ നോട്ട് എഴുതുവാനോ കുറിച്ചു വയ്ക്കാനോ ചിലപ്പോൾ പോയിന്റ് വഴിക്ക് ചിലപ്പോൾ ഒന്നും കിട്ടിയില്ലായിരിക്കാം. എന്നാൽ ഒരു കാര്യം എനിക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്, നിങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കുവാൻ ഈ എളിയവന്റെ സാക്ഷ്യങ്ങൾ ഈ ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് നാം പറഞ്ഞത് സംസാരിച്ചത് കേട്ടത് പ്രയോജനപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. കാരണം നമ്മെ വിളിച്ചത് വൃഥാവിലല്ല. 9-ാം മണി നേരത്തും 10-ാം മണി നേരത്തും 11-ാം മണി നേരത്തും വിളിച്ചവർക്കെല്ലാം കർത്താവ് ഓരോ വെള്ളിക്കാശ് കൊടുക്കുവാൻ വിളിച്ച് അവർക്ക് ആദ്യം വന്നവർക്കും മുമ്പേ വന്നവർക്കും പുറകെ വന്നവർക്കെല്ലാം
തുല്യമായി കൊടുത്തുവെങ്കിൽ ഈ അന്ത്യകാലഘട്ടത്തിൽ കൃപായുഗം തീരുന്ന ഈ അവസാന കാലഘട്ടത്തിൽ നമ്മെ വിളിച്ചു തീർച്ചത് കർത്താവ് പ്രതിഫലം തരുവാൻ വേണ്ടിയാണ്. എന്താണ് നമ്മുടെ പ്രതിഫലം? നമ്മുടെ പ്രതിഫലം അത് 11:6 പറയുന്നു, എബ്രായ ലേഖനം 11:6, എന്നാൽ വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പാൻ കഴിയുന്നില്ല. ദൈവത്തിന്റെ അടുക്കൽ വരുന്നവൻ ദൈവമുണ്ടെന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നുവെന്നും വിശ്വസിക്കേണ്ടതല്ലോ. ആ പ്രതിഫലം സ്വർഗരാജ്യമാണ്. ആ പ്രതിഫലത്തിന് യോഗ്യക്കാരാകുവാൻ വേണ്ടിയാണ് നമ്മെ വിളിച്ചത്. അപ്പോൾ അപ്പോസ്തലനായ മഹാപുരോഹിതനായ ആ യേശുവിനെ ശ്രദ്ധിച്ചു നോക്കുവാൻ ഞാൻ നിങ്ങളോട് ആഹ്വാനം ചെയ്യാണ്. ഒരു യോഗ്യതയുമില്ലാത്ത എളിയവരെ അനേകരെ തീയിൽ നിന്ന് വലിച്ചെടുക്കുവാൻ സ്വർഗം പ്രയോജനപ്പെടുത്തുന്നെങ്കിൽ നമ്മെ ഓരോരുത്തരെയും അതേ പ്രയോജനപ്പെടുത്തുന്ന ഒരു സ്വർഗമുണ്ട്. അതിനായി ഞാൻ എന്റെ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ജോലി രാജിവെച്ചത് വൃഥാവിലായി, ജോലിയുള്ളതല്ലേ നല്ലതെന്നൊക്കെ പറഞ്ഞ് ഒത്തിരി പേര് നിരുത്സാഹപ്പെടുത്തുവാനുണ്ടായിരുന്നു. എന്നാൽ ഞാൻ പിന്തിരിഞ്ഞു നോക്കുമ്പോൾ ഇന്ന് 1 മണിക്കൂർ മുമ്പ് ഞാനൊരു മെസ്സേജ് ഇപ്പൊ കൊടുത്തുള്ളൂ. ആ മെസ്സേജ് പറഞ്ഞല്ലേ, ക്രിസ്തുവിനെ നിന്ദ വലിയ ധനമെന്നുവാൻ സ്വർഗം ഇവന് നൽകി. കഴിവും പ്രാപ്തിയും ഒന്നുമല്ല കേട്ടോ, വിദ്യാഭ്യാസത്തിന്റെ പ്രാകുലിത ഒന്നുമല്ല. എന്നാൽ കഴിവും പ്രാപ്തിയില്ലാത്ത എളിയവനെ സ്വർഗം ഒരു വലിയ ദൗത്യത്തിന് വേണ്ടി വിളിച്ചു വേർപ്പെടുത്തിയെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. കാരണം നമ്മെ ആ കർത്താവ് വിളിച്ചത് വൃഥാവിലല്ല. നമ്മെ വിളിച്ചതെല്ലാം അവന്റെ പദ്ധതിയാണ്, അവന്റെ പ്ലാനാണ്. ആ പദ്ധതിക്ക് അനുസരിച്ച് നാം വശമതരാകുമ്പോൾ നമ്മെ പ്രയോജനപ്പെടുത്തുന്ന ഒരു സ്വർഗമുണ്ട്. ഹല്ലേലൂയ. ഞാൻ മലയാളത്തിൽ കൂടുതൽ ഡിവൈസുകളിൽ മലയാളത്തിലെ ഓൺലൈനിൽ ഞാൻ പ്രസംഗിക്കാറില്ല. ഞാൻ ഹിന്ദിക്കാരുടെ ഇടയിൽ ഒരു ആഴ്ചയിൽ 3-4 ഒക്കെ ഓൺലൈൻ ഫേസ്ബുക്കിലെ ഓൺലൈൻ ലൈനിൽ ഞാൻ ഹിന്ദി മീറ്റിങ്ങുകൾ കൊടുക്കാറുണ്ടായിരുന്നു. ഇപ്പോൾ ഞാൻ ഫേസ്ബുക്ക് ഉപയോഗിക്കുന്നില്ല, കാരണം അതിനുവേണ്ടി ഒത്തിരി സമയം ചെലവഴിക്കുന്നതിന്റെ പേരിൽ. പറഞ്ഞു വന്നതിന്റെ സാരം, ഹിന്ദി വേണ്ടുവണ്ണം സംസാരിക്കാൻ അറിയാതിരുന്ന എന്നെ ഹിന്ദിക്കാർ അത് കഴിഞ്ഞ സാക്ഷ്യത്തിൽ ഞാൻ പറഞ്ഞ ഒരു ഡൈവേഴ്സ് കേസിൽ പ്രാർത്ഥിച്ചപ്പോൾ ഒരു വിടുതൽ കൊടുത്തപ്പോൾ ഹിന്ദിയിൽ പ്രസംഗിപ്പിക്കാൻ ദൈവം വഴിയൊരുക്കി. അനേകാവർത്തി പറഞ്ഞ് പഠനത്തിൽ ഹിന്ദി പ്രസംഗിക്കുവാൻ പ്രിയനായ ഈ എളിയവനെ നിങ്ങളുടെ മധ്യ കടന്നു വന്ന് അതേ മലയാളത്തിൽ ദൈവത്തിന്റെ ആലോചനയും ഈ എളിയവന്റെ അനുഭവങ്ങൾ പറയുവാൻ സ്വർഗം നൽകിയ വലിയ ഭാഗ്യമൊരുക്കാൻ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അതേ 1996 കാലഘട്ടത്തിൽ തൃശ്ശൂര് ഈ എളിയവൻ ആയിരുന്ന കാലഘട്ടത്തിൽ, ഞാൻ ജനിച്ചോളൂ തൃശ്ശൂരാണ്, പട്ടാളത്തിൽ അവധിക്ക് വന്ന സമയത്ത് സക്രിയ ഭാഷനെ കാണുവാൻ പരിചയപ്പെടാനൊക്കെ വഴിയൊരുക്കിയിട്ടുണ്ട്. അനേക വർഷങ്ങൾക്ക് ശേഷം 28 വർഷങ്ങൾക്ക് ശേഷം ആ ദൈവദാസനോടൊത്ത് വീണ്ടും നിങ്ങളോടൊത്ത് ഒരു കൂട്ടായ്മ ആചരിക്കുവാൻ സ്വർഗം നൽകിയ വലിയ ഭാഗ്യവതിക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. നമ്മുടെ അപ്പോസ്തലനും മഹാപുരുഷനുമായ യേശുവിനെ ശ്രദ്ധിച്ചു നോക്കുവാൻ ആഹ്വാനം ചെയ്തുകൊണ്ട് എന്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുന്നു. ഗോഡ് ബ്ലെസ് യു ആൾ. സമയം നൽകിയ ദേവദാസന്മാരോടുള്ള നന്ദി അറിയിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ദൈവം നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് നമ്മളോടൊപ്പം കർത്താവിന്റെ വചനം ഷെയർ ചെയ്യുവാൻ ദൈവദാസനെ ദൈവം ഉപയോഗിച്ചുള്ള ദൈവത്തെ സ്തുതിക്കുന്നു. സത്യപാല സൃഷ്ടികൾക്ക് അനുഗ്രഹമായി വിശ്വസിക്കുന്നു. ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാൻ. ഞങ്ങളുടെ ദൈവമേ സ്വർഗ്ഗീയ പിതാവേ, നല്ല സമയത്തിനായി എങ്ങനെ വാഴ്ചുന്ന കർത്താവെ സ്തുതിക്കുന്നു. ഒരിക്കൽ പ്രാവശ്യം കൂടെ കർമ്മേൽ മിനിസ്ട്രിയുടെ ഫേസ്ബുക്ക് പേജിലൂടെ തിരുസലേക്ക് അടുത്തരുവാൻ കർത്താവ് ഞങ്ങളെ സഹായിച്ചല്ലോ. ഇന്ന് നേതൃത്വം കൊടുക്കുന്ന ഞങ്ങളുടെ വിലപ്പെട്ട ദാസൻ കുടുംബത്തിനായി സ്തോത്രം. ഇന്ന് കർത്താവെ അവിടുത്തെ മാറ്റമില്ലാത്ത വചനം സംസാരിപ്പാൻ ഞങ്ങളുടെ കൃത്യനെയും കർത്താവ് ഉപയോഗിച്ചല്ലോ. വചനം കേട്ടേവരെയും കർത്താവ് സഹായിക്കണമേ, നാമത്തെ മഹത്വപ്പെടുത്തണമേ. ഞങ്ങൾക്ക് ആർക്കും ശിക്ഷാവധിക്ക് കാരണമായി തീരരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു. സർവമഹത്വവും പോച്ച് അംഗീകരിക്കുന്ന സകലവും ഞങ്ങൾക്ക് വേണ്ടി ജീവൻ നൽകിയ യേശു കർത്താവിന്റെ വിലയേറെ നാവിന്റെ താഴ്മയോടെ അപേക്ഷിക്കുമ്പോൾ ദൈവം ഉണ്ടായി കേൾക്കണമേ സ്വർഗ്ഗപിതാവേ. ആമേൻ. എല്ലാവർക്കും വന്ദനം. ദൈവം അനുഗ്രഹിക്കട്ടെ. കർത്താവ് നമുക്ക് വീണ്ടും കാണാം.